Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Editorial analysis of 13th July 2023. എല്ലാവർക്കും നമസ്കാരം. Good morning. ഇന്നത്തെ Editorial ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്, വൊക്കാബുലറി ഏതൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റീഡിംഗ് എബിലിറ്റി ആൻഡ് വേർഡ് സ്ട്രക്ചർ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഗ്രാമർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെഷനാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാം, നിങ്ങളുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഒരുപാട് താമസിച്ചു, നമ്മൾ കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നെറ്റ് ഒന്ന് സ്റ്റേബിളായി വന്നുള്ളൂ. നിങ്ങൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ മഴയെല്ലാം കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു, എല്ലായിടത്തും തന്നെ ഉഷാറായിട്ട് എല്ലാവരും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ താമസിപ്പിക്കുന്നില്ല. നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സെഷനാണ്. എല്ലാ ദിവസവും രാവിലെ 8:30 മണിക്കുള്ള സെഷനാണ്. ഇന്ന് 8:40 കഴിഞ്ഞു, ഒരുപാട് ലേറ്റായി. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ദ മാൻ ഹു അക്യുമുലേറ്റ്സ് വെർ ദ മണി ഓർ നോളജ് ക്യാൻ നെവർ ബി ഫ്രീ. പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ നോളജ് ആയിക്കോട്ടെ, നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് സൂക്ഷിച്ച് ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്ത് ഇങ്ങനെ വേറെ ആർക്കും കൊടുക്കാതെ ഇങ്ങനെ വെക്കില്ലേ, അത് നമ്മളെ എപ്പോഴും ഒരു പ്രിസണറാക്കി മാറ്റുക ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ പൈസ ആയിക്കോട്ടെ അതല്ലെങ്കിൽ നോളജ് ആയിക്കോട്ടെ, നമ്മൾ എപ്പോഴും അത് പകർന്നു കൊടുക്കാനുള്ള സാധനമാണ് ഈ പറഞ്ഞ പൈസ എന്ന് പറഞ്ഞാൽ. ഉപയോഗിക്കുക അല്ലേ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മളത് നമ്മുടെ ഒരു അക്യുമുലേറ്റ് ചെയ്ത് പൂഴ്ന്നു വെക്കുകയാണെങ്കിൽ അതൊരിക്കലും നമ്മളെ ഫ്രീ ആക്കില്ല. അതെപ്പോഴും നമ്മളെ ഒരു സ്ലേവ് ആക്കി മാറ്റുക ചെയ്യുന്നത്. യു ബിക്കം എ സ്ലേവ് ഓഫ് മണി അല്ലെങ്കിൽ യു ബിക്കം എ സ്ലേവ് ഓഫ് നോളജ് ആണ്. പലരും ഉണ്ടല്ലേ, അങ്ങനെ പല ആൾക്കാരുണ്ടല്ലേ. നോളജ് ആണെങ്കിലും അതുപോലെ തന്നെ മണി ആണെങ്കിലും കുന്നുകൂട്ടിങ്ങനെ വെക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒരിക്കലും അങ്ങനെ ആവി തീരരുത് കേട്ടോ. അത് കാരണം നമ്മുടെ ലൈഫ് വി ആർ മൂവിങ് ഫോർവേഡ്. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജോലി കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളിതൊക്കെ മറന്നു പോകുമ്പോൾ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഇന്നത്തെ ചിന്ത അതിനെ പറ്റിയാവട്ടെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ആർട്ടിക്കിൾസിൽ 2 എണ്ണത്തിൽ ഒരു ആർട്ടിക്കിൾ നെതർലൻഡ്സിനെ പറ്റിയാണ്. നെതർലൻഡ്സിലെ മൈഗ്രൻ്റ് പോളിസിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ പോകുന്നു നെതർലൻഡ്സിലെ കാര്യങ്ങൾ എന്നൊക്കെയാണ് ഒരു ആർട്ടിക്കിൾ. നിങ്ങൾ കഴിഞ്ഞ ദിവസം ന്യൂസിൽ നെതർലൻഡ്സിനെ പറ്റി കേട്ട് കാണും. അപ്പം ആ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ബിക്കോസ് എന്താണ് അവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി. ആ ആർട്ടിക്കിൾ നമ്മൾ എന്തായാലും ജസ്റ്റ് വേണ്ട നോക്കുകയാണ്. പക്ഷെ നമുക്ക് വേറൊരു ജുഡീഷ്യൽ എൻഡോഴ്സ്മെന്റിനെ പറ്റി ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്താ കോർട്ട് ഇടപെടുന്ന അതേ സമയത്ത് ജുഡീഷ്യറി ഇടപെടുമ്പോൾ പോലും ഇഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു എന്താ ജുഡീഷ്യറിയുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റ് വരുന്ന ഒരു പോളിസിയെ പറ്റി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കേസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. കേസ് അല്ല, ഒരു പോളിസിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ആ സ്കീമിനെ പറ്റി, ആ കേസിനെ കാര്യങ്ങളെ പറ്റി, പോളിസിയെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ്, ഇഡിയംസ് കുറച്ചധികം ഉണ്ടെന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നേരെ നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകാം. ഓക്കെ. അപ്പോൾ എക്സാംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ CGL എക്സാം, അതേ CPOയുടെ എക്സാം അടുത്ത ദിവസം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കട്ടെ. ഡെയിലി ബേസിസിൽ എക്സാം വരുന്നവരെ സമയമുണ്ടല്ലോ നിങ്ങൾക്ക്. ഡെയിലി ബേസിസിൽ നിങ്ങൾ ഡെയിലി ക്വിസസ് അറ്റൻഡ് ചെയ്യാം. അതുപോലെ കറണ്ട് അഫയേഴ്സിൻ്റെ ആയിക്കോട്ടെ, അതിപ്പോൾ നമ്മുടെ എഡിറ്റോറിയൽ വൊക്കാബുലറി ക്വിസ് ആയിക്കോട്ടെ, സബ്ജക്ട് വൈസ് ക്വിസസ് ആയിക്കോട്ടെ, എക്സാം വൈസ് ക്വിസസ് ആയിക്കോട്ടെ, അറ്റൻഡ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസും കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ആപ്പിൽ ഇതൊക്കെ അവൈലബിൾ ആണ്. Adda247 ആപ്പ് പ്ലേ സ്റ്റോറിലും അതേപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ കാര്യം മറക്കണ്ട. Adda247 മലയാളം ചാനൽ ആൻഡ് ബാങ്കേഴ്സ് Adda247 മലയാളം, 2 ചാനൽ നമ്മൾ ഒരുപാട് നമ്പർ ഓഫ് കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ്, പഠിക്കാനുള്ള സ്ട്രാറ്റജി വീഡിയോസ്, അതിപ്പോൾ സ്റ്റേറ്റ് എക്സാംസ് ആയാലും ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആണെങ്കിലും നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇഡിയം എന്ന് നോക്കാം, ഈ ഫ്രേസൽ വേർബ് എന്ന് നോക്കാം. സ്റ്റെപ്പ് ഡൗൺ. ഇന്നലെ ഞാൻ എടുത്ത് പറയുകയും ചെയ്തായിരുന്നു. സ്റ്റെപ്പ് അപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് വരിക എന്നൊരു അർത്ഥം ഉണ്ടായിരുന്നു അല്ലേ, ഒരു കാര്യം മുന്നോട്ട് വരാം. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് ഇന്നലെ പറയുകയും കൂടി ചെയ്തു നമ്മൾ അല്ലേ. അപ്പോൾ ഇതാ ഇന്ന് പിടിച്ചോ, സ്റ്റെപ്പ് ഡൗൺ എന്ന ഒരു ഫ്രേസൽ വേർബ്. സോ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, റിസൈൻ ചെയ്യുക അല്ലേ. റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുക. ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയാം. സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം അല്ലേ. അപ്പം അതിനാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അത് വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷനാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഗുഡ് മോർണിംഗ് എവ്രി വൺ വൺസ് അഗൈൻ. പൈസ ഉണ്ടാകുക, അടിച്ചുപൊളി ജീവിക്കുക, പിന്നെ അല്ല എൻ്റെ പൊന്നെ കാർത്തികേ, പിന്നെ എന്ത് വേണം എന്നല്ലേ. ഓക്കെ, അപ്പോൾ നോക്കാം. റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, പഴയ കാര്യങ്ങളാണ്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
പഴയ കാര്യങ്ങൾക്ക് നമ്മൾ കൺസിഡറേഷൻ കൊടുക്കുക. ചില സമയത്ത് നമ്മൾ പറയുന്നത് കേട്ടില്ലേ, വന്ന വഴി മറക്കലടാ എന്നൊക്കെ ചിലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ വിത്ത് കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് ഈവൻസിനെ പറ്റി കൺസിഡേർഡ് മുഖവരയ്ക്ക് എടുത്തുകൊണ്ട്, അതാണ് റെട്രോസ്പെക്റ്റീവ്ലി. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ക്വേർഡ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അപ്പോൾ റെട്രോസ്പെക്റ്റീവ്ലി എന്ന് പറയുമ്പോൾ അഡ്വേർബ് അല്ലേ, അതിൻ്റെ അർത്ഥത്തേ ഉള്ളൂ വിത്ത് കൺസിഡറേഷൻ ഓഫ് പാസ്റ്റ് ഈവൻസ് എന്നാണ് റെട്രോസ്പെക്റ്റീവ്ലി എന്ന അഡ്വേർബിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഇതിങ്ങനെയാണ് കാര്യം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് റിട്രോസ്പെക്റ്റീവ്ലി. അടുത്തത് ഒരു ഇഡിയമാണ് ടോ ദ ലൈൻ. TOE ടോ ആണ് ടോ ദ ലൈൻ. ടോ ദ ലൈൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശരിക്കും നമ്മൾ ഈ ടോ ദ ലൈൻ മനസ്സിലാക്കാൻ എളുപ്പമായിട്ട് പറഞ്ഞു തരാവേ. നമ്മൾ റണ്ണിങ് റേസ് നടത്തുമ്പോഴേ നമ്മൾ നമ്മുടെ ടോ വെച്ചിട്ട് മുട്ടെല്ലാം അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇരിക്കില്ലേ, എന്താ പറയുക, ആ വിസിലടി കേൾക്കുന്നവരെ. ഇവിടെയൊക്കെ വിസിലടിയാണ്. നമ്മളിപ്പം ശരിക്കും അത്ലറ്റിക്സിലൊക്കെ പോകുമ്പോൾ തോക്കിൽ അല്ലേ, ഇത് ഗൺ ഫയർ കേൾക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, ഷോട്ട് കേൾക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് കൊടുക്കും. സോ യു ഹാവ് ടു കൺഫേം ടു എ റൂൾ, അല്ലെങ്കിൽ യു ഹാവ് ടു കൺഫേം ടു എ സ്റ്റാൻഡേർഡ് അല്ലേ. ഒരു കാര്യം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, ഫോളോ എ റൂൾ ഓർ എന്താണ് ഫോളോ എ സ്റ്റാൻഡേർഡ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ടോ ദ ലൈൻ എന്ന് പറയാം. സോ അത് വെച്ചിട്ടാണ്, അവിടെ നിന്നാണ് കേട്ടോ ഈ ടോ ദ ലൈൻ എന്ന് പറയുന്നത്. നമ്മൾ ടോ ദ ലൈൻ എന്ന ഐഡിയ വന്നത് ആ ഒരു യൂസേജിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, റണ്ണിങ് റേസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ അതാണ് ടോ ദ ലൈൻ എന്ന് പറയുന്ന എന്താ പറയുക ഇഡിയം. ഓക്കെ, ഓർത്ത് വെച്ചാൽ ടോ ദ ലൈൻ. കൺഫേം ടു എന്ന് പറയുമ്പോൾ തന്നെ ഓർക്ക് അഡിയർ ടു അല്ലേ, അബേഡ് ബൈ, അല്ലെങ്കിൽ ഒബൈ, അല്ലെങ്കിൽ ഫോളോ റൂൾ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്. കൺഫേമിൻ്റെ കൂടെ കൊടുക്കുന്നത് ടു എന്ന ഫിക്സഡ് പ്രിപ്പോസിഷൻ ആണ്, അത് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ടോ ദ ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് സൂപ്പർ അന്വേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ഇറ്റ്സ് എ വൺ വേർഡ്. സൂപ്പർ അന്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഗുലർ പേയ്മെന്റ് മെയ്ഡ് ഇൻ ടു എ ഫണ്ട് ബൈ ആൻ എംപ്ലോയി ടുവേർഡ്സ് എ ഫ്യൂച്ചർ പെൻഷൻ. അപ്പം സൂപ്പർ അന്വേഷണം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഈ എന്താ റിട്ടയർമെൻറ്റോടൊക്കെ വേണ്ടിയിട്ടേ, ഭാവിയിലേക്ക് വേണ്ടി ഫ്യൂച്ചർ പെൻഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു റെഗുലർ പേയ്മെൻറ്റ് നടക്കുമോ, ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് റെഗുലർ പേയ്മെൻറ്റ് നടത്തുന്നു, അതിനെയാണ് സൂപ്പർ അന്വേഷണം. അപ്പോൾ ഇന്ന് അതിനെപ്പറ്റി കാണാം കേട്ടോ. നമുക്ക് ഇല്ല, നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് സൂപ്പർ അന്വേഷണൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. ഫ്യൂച്ചർ പെൻഷന് വേണ്ടിയിട്ട് നമ്മളൊരു നിശ്ചിത തുക റെഗുലർ പേയ്മെൻറ്റ് നടത്തുക, കൃത്യമായിട്ട് അത് കറക്റ്റായിട്ട് ആ ഫണ്ടിലോട്ട് ആഡ് ഓൺ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു എംപ്ലോയി ചെയ്ത് പോകുന്നു, റിട്ടയർമെൻറ്റ് വേണ്ടിയിട്ടാണിത്. അതിനാണ് സൂപ്പർ അന്വേഷൻ എന്ന് പറയാം കേട്ടോ. സൂപ്പർ അന്വേഷൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് അമിക്കസ് ക്യൂറി. എന്താണ് അമിക്കസ് ക്യൂറി? അമിക്കസ് ക്യൂറി കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവിടും സ്വർഗമാണെന്നാണ് തോന്നുന്നു, ആ സിനിമയിലാണെന്ന് തോന്നുന്നു അല്ലേ. ഒരു അപ്പോഴാണ് മലയാളികൾക്ക് അമിക്കസ് ക്യൂറി ഒരു പ്രിയമായിട്ട് കുറച്ചുകൂടെ എന്താ പറയുക ഫെമിലിയർ ആയിട്ട് വന്നത്. അമിക്കസ് ക്യൂറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീഗൽ ടെർമിനോളജിയാണ്. ലീഗൽ ടെർമിനോളജിയിൽ അമിക്കസ് ക്യൂറിനെ അപ്പോയിന്റ് ചെയ്യുന്ന കോർട്ടാണ്. കാര്യം ഇമ്പാർഷ്യൽ ആയ ഒരു അഡ്വൈസറാണ് ടു എ കോർട്ട് ഓഫ് ലോ ഇൻ എ പെർട്ടിക്കുലർ കേസ്. ഒരു കേസിൽ നമുക്ക് സാധാരണഗതിയിൽ പോയാൽ ശരിയാവത്തില്ല. ഒരു അമിക്കസ് ക്യൂറി അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ കോർട്ട് ഒരു അമിക്കസ് ക്യൂറി അപ്പോയിന്റ് ചെയ്യും. ഈ അമിക്കസ് ക്യൂറി എന്ന് പറയുന്ന ആൾ ആ കേസിനെ പറ്റി കൃത്യമായിട്ട് പഠിച്ച് ഒരു ഇമ്പാർഷ്യൽ അഡ്വൈസർ ആയിരിക്കും. അതായത് ഇന്ന സൈഡിലും ഒരു സൈഡിലും നിൽക്കില്ല. പുള്ളി സ്വതന്ത്രമായിട്ട് കോർട്ടിനോട് ചേർന്ന് സത്യത്തിൻ്റെ ഭാഗം ഏതല്ലേ, കറക്റ്റ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് എന്താണ് ന്യായമായ കാര്യം എന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് കോർട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക അഡ്വൈസറിനെയാണ് നമ്മൾ അമിക്കസ് ക്യൂറി എന്ന് പറയുക. അതാണ് അമിക്കസ് ക്യൂറി. ഓർത്ത് വെച്ചോണേ, ആൻ ഇമ്പാർഷ്യൽ അഡ്വൈസർ ടു എ കോർട്ട് ഓഫ് ലോ ഇൻ എ പെർട്ടിക്കുലർ കേസ്. ഇന്ന് കൂടുതൽ വൺ വേർഡ്സ് ആവുന്നേക്കണേ. പിന്നെ അടുത്തൊരു ഇഡിയം പിടിച്ചോളൂ, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്. കേട്ടിട്ടുണ്ടായിരിക്കും ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, എക്സാമിന് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. ക്യാരറ്റ് ആൻഡ് ടോ ദ ലൈൻ വന്നിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിത് ആദ്യമായിട്ടാണ് എഡിറ്റോറിയൽ വരുന്നത് കേട്ടോ. സോ പിടിച്ചോ, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സംബഡീസ് ബിഹേവിയർ. ക്യാരറ്റും സ്റ്റിക്കും രണ്ട് ഓപ്പോസിറ്റ് കാര്യമായിരിക്കും. നമ്മൾ ഒരാൾക്ക് ക്യാരറ്റ് കൊടുക്കുന്നത് എന്തിനാ? ആസ് എ റിവാർഡ് ആയിട്ടാണ് കൊടുക്കുന്നത് വിചാരിക്കാം. സ്റ്റിക്ക് പക്ഷേ നല്ല കാര്യമല്ലല്ലോ, അടിയല്ലേ. അടി ഈസ് പണിഷ്മെന്റ്. അപ്പോൾ അവർക്ക് റിവാർഡ് വേണ്ടടുത്ത് റിവാർഡും പണിഷ്മെന്റും എടുത്ത് പണിഷ്മെന്റും കൊടുക്കുകയാണ്. അത് ഒരു മനുഷ്യന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരാൾക്കറിയാം നല്ലത് ചെയ്താൽ ക്യാരറ്റ് കിട്ടുമെന്നും എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ വെറുതെ സ്റ്റിക്ക് മേടിക്കുകയോ അടി മേടിക്കുകയോ എന്നുള്ള കാര്യം അറിയാം. അങ്ങനെ ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, മോൾഡ് ചെയ്തെടുക്കുന്ന ആ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്. ഓർത്തോണേ. അപ്പോൾ ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ഉണ്ടെങ്കിൽ പീപ്പിൾ ഇറ്റ് ഈസ് ഈസി ടു ടോ ദ ലൈൻ എന്ന് പറയുന്നത്. ഒരാളുടെ ടോ ദ ലൈൻ എളുപ്പമാണ്, ഒരാളോട് റൂളിനോട് കൺഫേം ചെയ്യിപ്പിക്കാൻ എളുപ്പമാണ്, ബിക്കോസ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ഉണ്ടെങ്കിൽ. അതാണ് ഈ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം. കേട്ട് പരിചയം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഇല്ലായിരിക്കും. നമ്മൾ ബിക്കോസ് എഡിറ്റോറിയൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെറ്റ് ആണല്ലോ. സെന്റൻസിലോട്ട് പോകട്ടോ. ആ സമയത്ത് ലെറ്റ് മീ സീ.
Okay. Due to heavy rain, I stepped down my today's plan. Okay. Withdraw my today's plan. ഇല്ലില്ല എടാ അങ്ങനെ പറയില്ല. അത് നമുക്ക് നമ്മുടെ പ്ലാൻ വിഡ്രോ ചെയ്തു എന്നുള്ളത് വിഡ്രോ എന്ന് തന്നെ പറയണം. സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്നാ അറിയോ, നമ്മളൊരു പൊസിഷനിൽ നിന്ന് വിഡ്രോ ചെയ്യുക കേട്ടോ. അത് കൃത്യമായിട്ട് അതിനൊരു ഇതുണ്ട് കേട്ടോ. റിസൈൻ ഓർ വിഡ്രോ ഫ്രം എ പൊസിഷൻ, അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത് കേട്ടോ. ഒരു ജോബിൽ നിന്നോ ഒരു പൊസിഷനിൽ നിന്നോ നമ്മൾ വിഡ്രോ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റിസൈൻ ചെയ്യുന്നതിനാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാന്ന് പറയാം. അത് അല്ലാതെ നമ്മളൊരു കാര്യം ക്യാൻസൽ ചെയ്യാന്നുള്ള അർത്ഥത്തിൽ വരില്ല. ഇപ്പൊ കാർത്തിക് ഉദ്ദേശിക്കുന്ന പ്ലാൻ ക്യാൻസൽ ചെയ്തു എന്നാ, അവിടെ ഈ സംഭവം പറ്റില്ല. എന്ത് പറ്റില്ല? സ്റ്റെപ്പ് ഡൗൺ പറ്റില്ല കേട്ടോ, അത് ഓർത്തോണേ. ഗുഡ് മോർണിംഗ് വിനു, എന്നാ ഉണ്ട് വിശേഷം? 2 ദിവസം കണ്ടില്ലല്ലോ. ഐ സ്റ്റെപ്പ് ഡൗൺ മൈ ജോബ് ഫോർ PSC പ്രിപ്പയറിംഗ് UPSC എക്സാം. All right, that's great. എന്താ പറയാ, I step down from my job കേട്ടോ. I step down from my job. സ്റ്റെപ്പ് ഡൗണിലൂടെ നമ്മൾ ഫ്രം ഉപയോഗിക്കും കേട്ടോ. സ്റ്റെപ്പ് ഡൗണിലൂടെ ഫ്രം ഉപയോഗിക്കും. യെസ്, ഞാൻ ഒന്നുകൂടെ കൺഫേം ചെയ്യാതെ അങ്ങനെ തന്നെ അല്ലേ നോക്കട്ടെ. അല്ല വേണ്ട, സ്റ്റെപ്പ് ഡൗൺ വെറുതെ സ്റ്റെപ്പ് ഡൗൺ വന്നാലും മതി, അത് കറക്റ്റാണ്. സ്റ്റെപ്പ് ഡൗൺ മതി, വേണ്ട ഫ്രം വേണ്ട, സ്റ്റെപ്പ് ഡൗൺ മതി. യെസ്, അടുത്ത എന്താണ്? ഹൗ ക്യാൻ യു സ്റ്റെപ്പ് ഇറ്റ് ഡൗൺ? അതെന്താ ഉദ്ദേശിക്കുന്നേ? ഇല്ല, ഹൗ ക്യാൻ യു സ്റ്റെപ്പ് ഇറ്റ് ഡൗൺ, ഹൗ ക്യാൻ യു ഇല്ല, നമ്മൾ ഇന്നത് സ്റ്റെപ്പ് ഇറ്റ് ഡൗൺ എന്ന് പറയില്ല. സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നതിന് മനസ്സിലായോ? നമ്മൾ എന്ത് ജോലിയാണോ ഏത് പൊസിഷനിലാണോ ഇരിക്കുന്നത് അവിടെ നമ്മൾ റിസൈൻ ചെയ്യുക, അത് ഒഴിവാക്കി നമ്മൾ അല്ലേ അവിടെ നിന്ന് വിരമിക്കുക. മീൻസ് മനസ്സിലായില്ലേ? അതിന് നമ്മൾ ഇട്ടിട്ട് പോരുകയാണ്, അതിനെയാണ് സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയാം. മീനിങ് ക്ലിയർ ആവണേ. ജോബോ പൊസിഷനോ ആയിരിക്കണം നിർബന്ധം. He stepped down his job due to work pressure. That's great. He stepped down his job due to overwork load. That's great. രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു. He stepped down. ലക്ഷ്മി, അവിടെ പ്രശ്നമുണ്ട്. He stepped past tense കൊടുക്കുക, ബിക്കോസ് he സബ്ജക്റ്റ് സിംഗുലർ ആണ്. അപ്പോൾ വേർബ് സിംഗുലർ ആണ്. ഇല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി തെറ്റാണ്. ഇത് എക്സാമിന് വരുന്ന രീതിയിൽ ഒരുപാട് തവണ ഇങ്ങനെ വന്നിട്ടുണ്ട്. അവിടെ വെർബായിട്ട് കൊടുക്കേണ്ടതിൽ വെറും സ്റ്റെപ്പ് കൊടുത്താൽ തെറ്റാ. സ്റ്റെപ്സ് ആണെങ്കിൽ ഓക്കെ ആയേനെ. He steps down his statement on the social media എന്ന് കൊടുത്തു. എന്നാലും കുഴപ്പം അല്ല, അവിടെയും സ്റ്റെപ്പ് ഡൗൺ കൊടുക്കില്ല കേട്ടോ. സ്റ്റേറ്റ്മെന്റ് വിഡ്രോ ചെയ്തു എന്നുള്ള അർത്ഥമല്ല, നമ്മൾ ജോലിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ പറയാം. The manager stepped down from the promotion. All right. After acquiring a job, I helped my friends retrospectively. ഓഹോ, അടിപൊളിയാ, അത് കൊള്ളാം. ഗുഡ് മോർണിംഗ് അമല. Everyone should develop a superannuation approach. All right, that's great. British use carrot and stick approach in India for the development of their administration and trade. Yes. A slew of amendments are proposed by the legislatures with an intent to create a retrospective effect in existing legislations. That's great. Good morning, Arathi. She's using carrot and stick policy with her child. That's great. If you can't, സാധാരണ നമ്മൾ അങ്ങനെയാണല്ലേ, നമ്മളിപ്പോൾ ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കും. നോർമലി ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ട രീതി നമുക്കറിയില്ല. മലയാളികൾ ഡോഗിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പരിപാടി വളരെ കുറവാണ്. അതുപോലെ കുട്ടികളെ വളർത്തുന്നത് അങ്ങനെയാണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ നമ്മളെ കുറച്ച് വളരെ ഡീമോട്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്താകുമ്പോൾ നമ്മളെ എങ്ങനെ ഇതാക്കണം എന്നറിയോ, നമ്മളെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ, യോഗ ഒക്കെ ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെ വി ഹാവ് ടു ഡു എ തിങ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ചെയ്യണം എന്ന് പറയുന്നത്. കാര്യം നല്ല കാര്യം ചെയ്താൽ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നും നമുക്ക് റിവാർഡ്സ്, നമുക്കൊരു ട്രീറ്റ് ചെയ്യണമെന്നും, ചിന്ന ട്രീറ്റ്സ് നമ്മൾ ചെയ്യണമെന്നും, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മോശമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനെ തിരുത്തിയെടുക്കണം, അങ്ങനെ രീതിയിലൊരു അപ്രോച്ചിൽ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ബിഹേവിയറൽ തെറാപ്പി ഒക്കെ ഉണ്ട് അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ അങ്ങനെയൊക്കെ എന്തൊക്കെയുണ്ട്. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. കുട്ടികളെയും ഡോഗ്സിനെയും മനുഷ്യനെയൊക്കെ ഒരേ കണക്കാണ്. ഇങ്ങനെ ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ഇസ് ഗുഡ് എന്നാണ് പറയപ്പെടുന്നത്. If you continue this, nobody could help you from your stepping down. That's great. When he got a better opportunity from another firm, he stepped down from the current firm. That's great. Good morning, Sonal. I'm very interested to step down from my job and to start my own business. That's great. The court should appoint an amicus curiae for the investigation gold scam case. Yes. When my friend stepped down from the job, I helped him retrospectively. That's great. Students, police cadets toe the line during their practice time. Otherwise, their trainers follow carrot and stick approach. That's great. That's great. Teachers use carrot and stick approach towards the students. That's great. Amicus curiae took decision retrospectively. That's great. The amicus curiae was appointed by the court to point out the sufferings faced by illegal migrants. Great. Most of the amendments that made on a constitution, that made alla adra that were made amendments alla plural aanu, ഭേദഗതികളാണ്. അപ്പോൾ പ്ലൂറൽ വേണം. were made on the constitution is done retrospect. ഏതൊക്കെ ചെയ്തിട്ടുണ്ടോ അവയെല്ലാം കറക്റ്റായിട്ട് നടത്തിവിട്ട് പോകുന്നു എന്നല്ലേ.
എന്ന് പറയണം. Amicus curiae of the case stepped down. All right, that's great. He plead the court for appointing an amicus curiae. All right, please step down from your ego. അല്ല അങ്ങനെ പറയില്ല. ഈഗോ ഈഗോ അങ്ങനെ സ്റ്റെപ്പ് ഡൗൺ ഫ്രം യുവർ ഈഗോ എന്ന് നമ്മൾ പറയില്ല കേട്ടോ. ഒരു ജോലിയിൽ നിന്ന് ഞാൻ എടുത്തു പറയാണ്, ഒരു ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഇത് ചെയ്യാന്നാണ് നമ്മൾ അവിടെ കറക്റ്റായിട്ട് പറയാം കേട്ടോ. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു യു. അപ്പോൾ നമ്മളെ ഓർക്കാൻ നെക്സ്റ്റ് സെറ്റിലോട്ട് ഞാൻ കൊണ്ടുപോവാണ്. സ്റ്റെപ്പ് ഡൗൺ റെട്രോസ്പെക്റ്റീവ്ലി, ടോ ദ ലൈൻ, സൂപ്പർ ആനുവേഷൻ, amicus curiae, carrot and stick approach. ഇതാണ് നമ്മുടെ ഇവിടെ വൺ സൈഡിൽ ഇഡിയംസ്, വൺ വേർഡ്, ഫ്രേസ് പോകും. ആൻഡ് ദെൻ നെക്സ്റ്റ് സെറ്റിലോട്ട് പോവാം. ദ ലാസ്റ്റ് സ്ട്രോ, ഇത് കേട്ടിട്ടുണ്ടായിരിക്കും, എക്സാമിന് വന്നിട്ടുണ്ട്. ദ ലാസ്റ്റ് സ്ട്രോ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ദ ലാസ്റ്റ് ഇൻ ദ സീരീസ് ഓഫ് ബാഡ് തിങ്സ് ദാറ്റ് ഹാപ്പൻ ടു മേക്ക് സംബഡി വെരി അപ്സെറ്റ്. നമ്മുടെ ലൈഫിൽ നമ്മൾ പറയില്ലേ, എൻ്റെ പൊന്നെ കഷ്ടകാലം വരുമ്പോൾ കൂട്ടത്തോടെയാണല്ലോ നമ്മൾ പറയുന്നത്. ചില സമയത്ത് നമുക്ക് തന്നെ ഫീൽ ചെയ്യും, ഇതെന്താ എനിക്ക് മാത്രം ഇങ്ങനെ, ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന്, ദുരിതങ്ങളുടെ ഒരു ഇതല്ലേ, ദുരിതങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും ഓരോ പ്രാരാബ്ദങ്ങളാണ് എന്നൊക്കെ പറയില്ല. അങ്ങനെ ലൈഫിൽ സീരീസ് ഓഫ് ബാഡ് തിങ്സ് ഹാപ്പൻ ചെയ്യാമെന്ന് വിചാരിക്കുക, ഒരു സീരീസ് ഓഫ് പ്രശ്നങ്ങൾ അല്ലെ, കോലാഹലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അതിലെ ഏറ്റവും അവസാനത്തെ, മൊത്തം നമ്മൾ അപ്സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ ഏറ്റവും അവസാനത്തെ, ദിസ് ഇസ് ദ ലാസ്റ്റ് സ്ട്രോ, തീർന്നു ഭാഗ്യം. ലാസ്റ്റ് ഇൻ ദ സീരീസ് ഓഫ് ബാഡ് തിങ്സ് ദാറ്റ് കൻ ഹാപ്പൻ ടു മേക്ക് സംബഡി വെരി അപ്സെറ്റ്. ഈ പറഞ്ഞ ബാഡ് തിങ്സ് വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലല്ലോ, വിൽ ബി വെരി മച്ച് അപ്സെറ്റ്, ഭയങ്കരമായിട്ട് വറീഡ് ആയിരിക്കും. അതിലെ ഏറ്റവും ലാസ്റ്റ്, ആ സീരീസിലെ ലാസ്റ്റ് കാര്യമാണെങ്കിൽ യു കൻ സേ ലാസ്റ്റ് റോ, ഓ മൈ ഗോഡ് ഫൈനലി ദിസ് ഇസ് എ ലാസ്റ്റ് റോ, ഇതാണ് നമ്മുടെ ലാസ്റ്റ് റോ, ഇതാണ്, ഇതുകൂടി ഉണ്ടായിരുന്നുള്ളൂ, ഇനി ഇതിൻ്റെയും കൂടി ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ ലാസ്റ്റ് റോ എന്ന് പറയുന്നത്. മലയാളത്തിൽ പറഞ്ഞ അതേ സാധനം, ഇതിൻ്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പൂർത്തിയായിട്ടിരിക്കുകയായിരുന്നു. ദാറ്റ് ഇസ് ദ ലാസ്റ്റ് റോ. കേട്ടോ, ഓർത്ത് വെച്ചോണേ. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ. അപ്പോൾ ഓക്കെ. Alright, the financial minister stepped down. Financial minister അല്ല റൗഫ്, നമ്മൾ പറയുന്നത് ഫിനാൻസ് മിനിസ്റ്റർ എന്നാണ് കേട്ടോ. ഫിനാൻസ് മിനിസ്റ്റർ മതി. സ്റ്റെപ്പ് ഡൗൺ. ഓക്കെ, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പറയാടാ, എടാ നന്ദീഷ് ഇത്ര ഉള്ളു കാര്യം. എവിടെയായിരുന്നു നന്ദീഷിനെ ഇന്നലെ കണ്ടില്ലല്ലോ, വിനുവിനും നന്ദീഷിനെ കണ്ടില്ല, ഞാൻ എടുത്ത് പറയാൻ കൂടി ചെയ്തു. അപ്പോൾ എന്താണ് പറയാൻ വേണ്ടതെന്ന് വെച്ചാൽ, ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്, നമ്മൾ നല്ല ചെയ്യുമ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്യില്ലേ, നമ്മളെ കുറച്ചൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ അല്ലേ ആ പരിപാടി. അതായത് നമ്മൾ ഒരാളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എങ്ങനെയാ, നല്ല ചെയ്താൽ നിനക്ക് ഇത് നല്ല കാര്യങ്ങൾ, ഐ മീൻ നല്ല ഇൻസെൻറ്റീവ്സ് കിട്ടുമെന്നും, തെറ്റ് ചെയ്താൽ പണിഷ്മെന്റ് കിട്ടുമെന്നല്ലേ. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു പ്രൊമോഷൻസും ആൻഡ് സസ്പെൻഷനും ഒക്കെ വിചാരിച്ചുകൊണ്ടല്ലോ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ പോലും ചെയ്യുന്നത്. അതാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച്. നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിച്ചുകൊണ്ട് വരുന്നൊരു കാര്യം അല്ലേ. നമ്മളോട് പറയും ഇന്ന റൂള് ഫോളോ ചെയ്തോണം, ഇല്ലെങ്കിൽ യു ഗെറ്റ് ദ പണിഷ്മെന്റ് അല്ലേ. ഇപ്പൊ ക്യാമറ വരുന്നുണ്ട്, ഫൈൻ ഇത്ര രൂപയ്ക്ക് ഇതിന് വരും കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മളറിയാം ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് ആണ്. നല്ലത് ചെയ്താൽ ഓക്കെ, പ്രശ്നമില്ല, റിവാർഡ് കിട്ടും, അതേസമയം തെറ്റ് ചെയ്താൽ നിനക്ക് പണിഷ്മെന്റ് കിട്ടും. അതിനെയാണ് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് അപ്രോച്ച് എന്ന് പറഞ്ഞത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, സിമ്പിൾ സാധനമാണ് കേട്ടോ. ഓൾറൈറ്റ്, ഐ ഗെറ്റ് ഇറ്റ്, ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ് കേട്ടോ. അത് നോക്കട്ടെ. യെസ്, Kannan Gopinath IAS stepped down from his service as a mark of protest against the restrictions imposed in Jammu and Kashmir by central government. Employees toe the line of their manager. All right, don't overthink retrospectively about your ability, you have improved lots. All right, ability ആയിട്ടൊരു കോമ കൊടുക്കണേ. ബ്രിട്ടീഷ് ഇവിടെ ചെയ്ത് അതാണ്, നമുക്ക് കുറച്ച് അവാർഡ് തരും, പിന്നെ നമ്മളെ തന്നെ ബുദ്ധിമുട്ടിക്കും. അതെ 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 അതെ, അത് അടിപൊളി. അതിൻ്റെ ഇടയ്ക്ക് ശ്രീനിവാസിനെ പറ്റി എന്തെങ്കിലും ശൈലി പറഞ്ഞായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലോ. ഹൗ ക്യാൻ യു സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്? ദാറ്റ്സ് ഗുഡ്, യു ഷുഡ് മൂവ് ഫോർവേഡ് റെട്രോസ്പെക്റ്റീവ്ലി. ഓക്കെ, പഴയതൊട്ട് ഓർത്തിട്ടല്ലേ. ഓക്കെ ഓക്കെ. He stepped down the position after amicus curiae report. All right. Carrot and stick approach is taken by a teacher to manage her students. That's great. amicus curiae അതാണോ? നമ്മുടെ ഇവിടം സ്വർമാണ് സിനിമയുടെ അകത്ത് ശ്രീനിവാസൻ amicus curiae ആയിട്ട് വന്ന കാര്യമാണോ? അതേപറ്റിയാണ് നിങ്ങൾ സംസാരിച്ചത്, എന്നോട് പറഞ്ഞില്ലല്ലോ. ഹിസ് ഗോയിങ് ടു സ്റ്റെപ്പ് ഡൗൺ ഹിസ് ജോബ്. ദാറ്റ്സ് ഗ്രേറ്റ്. നന്ദന, ഗുഡ് മോർണിംഗ്. ഈസ് ദാറ്റ് ദ ബെസ്റ്റ് എക്സ്ക്യൂസ് യു ക്യാൻ കം അപ്പ് വിത്ത്? ഓ അടിപൊളി, അടുത്ത പിടിച്ചോ. അങ്ങനെ അപ്പോൾ റൈഡ് ദ വേവ്, ആ ഓളത്തിനങ്ങ് പോവാണ് അല്ലേ, ഓളത്തിനങ്ങ് പോവാ, ഹാപ്പി ആയിട്ട് പോകുന്നു, അതിനാണ് റൈഡ് ദ വേവ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എൻജോയ് എ പീരിയഡ് ഓഫ് സക്സസ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ. ഇപ്പം നമ്മൾ ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ എന്നാ അർത്ഥം, നമ്മുടെ ലൈഫിൽ മൊത്തം പ്രശ്നങ്ങൾ, പ്രാരാബ്ദങ്ങൾ ആൻഡ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഈ സെറ്റ് ബാക്സ് ഒക്കെ വരുമ്പോൾ അതിൽ ഏറ്റവും അവസാനത്തെയാണ് ലാസ്റ്റ് റോ അല്ലേ. ആ സീരീസ് ഓഫ് ബാഡ് ഇവൻറ്റ്സിൽ ഒരു അവസാനത്തെ സംഭവമാണെങ്കിൽ അതിന് ദ ലാസ്റ്റ് റോ എന്ന് നമുക്ക് പറയാം. ഇഡിയമാണ്. അതേപോലെ ഇതെല്ലാം കഴിയുമ്പോൾ നമുക്കൊരു അവസ്ഥ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻജോയ് എ പീരിയഡ് ഓഫ് സക്സസ് ആൻഡ് ഗുഡ് ഫോർച്യൂൺ, അതിനാണ് റൈഡ് ദ വേവ് എന്ന് പറയുന്നത്. വേവിനെ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മൾ എന്താ പറയുക, ആ ഒരു കറണ്ടിന് അല്ലെങ്കിൽ ആ വേവിന്, ആ ടൈഡിന് നമ്മൾ റൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ
you enjoy a period of success and good fortune. അതിനാണ് ride the wave എന്ന് പറഞ്ഞാൽ ഓർത്തോണം കേട്ടോ. അടുത്തത് come up with, മുന്നോട്ട് കൊണ്ടുവരും ഒരു കാര്യം പ്രൊഡ്യൂസ് അല്ലേ, he came up with that idea, അവനാണ് ആ ഐഡിയ കൊണ്ടുവന്നത് അല്ലേ. he devised a proposal, അവനാണ് ആ പ്രൊപ്പോസൽ മുന്നോട്ട് കൊണ്ടുവന്നത്. come up with എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ പ്രൊപ്പോസ് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുവരിക, പ്രൊഡ്യൂസ് ചെയ്യുക, ഡിവൈസ് ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. ഐഡിയ ഇട്ടതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളൊരു പ്ലാൻ ഇടുക, അതിനെ ഡിവൈസ് ചെയ്യുക പറയാം കേട്ടോ. സോ ഓർത്ത് വെച്ചാൽ ഡിവൈസ് എന്ന് പറയുന്ന കാര്യം മറന്നു വരുന്നത്, ദാറ്റ് ഇസ് ഡിവൈസ്, ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്, DIVISC ഡിവൈസ് വെർബ് ഡിവൈസ് ആണ്. മറ്റേ ഡിവൈസ് DIVIC ഡിവൈസ് നൗൺ ആണ്, അത് മറക്കണ്ട. ഓക്കെ, ദാറ്റ് ഇസ് കം അപ്പ് വിത്ത്, പ്രൊഡ്യൂസ് അല്ലെങ്കിൽ ഡിവൈസ് എന്ന അർത്ഥം. ഓക്കെ ആണെന്ന് വിചാരിക്കണം. അപ്പോൾ ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ് സെക്കൻഡ്. When every bad incident occurs, I think it's the last straw, but it will be only a beginning. പിന്നല്ല ആരംഭിക്കലാമാ അല്ലേ, തുടങ്ങാൻ പോകുന്നേ ഉള്ളെന്ന്. ഇതൊക്കെ എന്ത് അരുതി ഞാൻ ചെയ്യാം കേട്ടോ, ചെയ്യാട്ടോ. എനിക്കറിയാം അരുതിൻ്റെ കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ തിരക്കോട് തിരക്കാം, എനിക്ക് ചില സമയത്ത് എനിക്ക് ടെലിഗ്രാമിൽ കയറാനുള്ള സമയം പോലും കിട്ടില്ല, അമ്മാതിരി തിരക്കായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ നല്ല സെഷൻസ്, 4-5 സെഷൻ ഉണ്ടായിരുന്നു. ഇതിൽ ആകെപ്പാട് എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി, ഇപ്പോഴും എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് ഇരിക്കുന്നത്. പക്ഷേ എഡിറ്റോറിയൽ മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച രാവിലെ നേരത്തെ എണീറ്റ്, തീരെ വയ്യായിരുന്നു, ടയർഡാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വർക്കിലോട്ട് കുറച്ച് കൂടുതലാണ്, അതിൻ്റെ ഒരു സ്ട്രെയിൻ എനിക്ക് നന്നായിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് എന്തായാലും തരും കേട്ടോ, കുറച്ച് അധികം ഉള്ളതുകൊണ്ട് അതെനിക്ക് ഒരു ഇരിക്കണം, അതിന് വേണ്ട. ഓക്കെ, ഐ നീഡ് ടു ഫോക്കസ് ഓൺ ദാറ്റ്, അതിന് വേണ്ട, ഐ ഡു ഇറ്റ് കേട്ടോ. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഓൾവേസ് അഡ്വൈസസ് മീ, അഡ്വൈസസ് സ്പെല്ലിംഗ് കൊടുക്കണേ സനിലെ. അഡ്വൈസ് CE വരുമ്പോൾ അത് നൗൺ ആണ്, SC വരുമ്പോൾ വേർബ് കേട്ടോ. ഡിവൈസ് പോലെ നമ്മൾ പറയില്ലേ, ഡിവൈസ് എന്ന് പറയുന്നത് ഒരു പ്ലാൻ ഇടുക അല്ലേ. ഇന്നത്തെ സമയത്ത് നൗൺ എന്താ, DEVICE അല്ലേ നൗൺ അതിൻ്റെ. അപ്പോൾ ഓർത്തോണം, DEVICE വരുമ്പോൾ അത് നൗൺ ആണ്. അതേപോലെ അഡ്വൈസ് CE വന്നിട്ടുണ്ടെങ്കിൽ അത് നൗണാണ്. അതേ സമയത്ത് നമ്മളിവിടെ നോക്കിക്കേ, SC വന്നു കണ്ടോ, SC വന്നപ്പോൾ അത് വേർബാണ്. അതാണ് ഇവരുടെ നമ്മളുടെ ഡിഫറൻസ്. അഡ്വൈസിനും അതുപോലെയാണ്. അപ്പോൾ സനിലെ ഓർത്തോണം, അല്ല സനിലല്ല റസ്യ ഓർത്തോണേ. വൺ ഓഫ് മൈ റിലേറ്റീവ്സ് ഓൾവേസ് അഡ്വൈസസ് മീ, അഡ്വൈസസ് SES me me retrospective throughout our life. Okay, he came up with good result in UPSC examination. That's great. Don't try to think about past, just ride the wave. That's great. During my graduation time, I had ride allada, road ridden കേട്ടോ, ridden ആണ് കാർത്തികേ. ഐ ഹാഡ് റിഡൺ ദ വേവ് എന്ന് കൊടുക്കാം, കാരണം റൈഡിൻ്റെ പാസ്റ്റൻസ് റോഡാണ്, V3 ഫോർമുലേഷൻ റിഡൺ ആണ്. ഹാവോ ഹാസോ ഹാഡോ വന്നാൽ V3 ഫോർമുലേഷൻ ഇട്ട് കൊടുക്കുന്നവരെ മറക്കരുതേ, അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അല്ലെങ്കിൽ തെറ്റുമില്ല. ജസ്റ്റ് റൈഡ് ദ വേ വിതൗട്ട് പോണ്ടറിങ് ഓവർ ഫ്യൂച്ചർ. ദാറ്റ്സ് ഗ്രേറ്റ്. ദ മാനേജർ സ്റ്റെപ്പ് ഡൗൺസ്, പ്രഭിജിത്തെ നമ്മളെ വെർബിനാണ് കേട്ടോ SES ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ ആ അഡ്വേർബിന് ഇട്ട് കൊടുക്കരുതേ, ഇങ്ങനെ കൊടുക്കാം. ദ മാനേജർ സ്റ്റെപ്സ് ഡൗൺ after the labor protest. The manager steps down കേട്ടോ, steps down അവിടെ steps കൊടുക്കും കേട്ടോ. The president the president was riding a wave of good feeling about the economy this year. That's great. When my auntie came to my home after my failure in entrance examination, I felt like it's the last straw. ഇതിൻ്റെ ഒരു കുറവ് കൂടെ ഉണ്ടായിരുന്നുള്ളതല്ലേ, പക്ഷേ എനിക്ക് മനസ്സിലാവും. She came up with a plan for her friend's surprise birthday party. That's great. The accident met yesterday is the last straw. The accident met yesterday അല്ല, വി മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് അല്ലെങ്കിൽ ഐ മെറ്റ് വിത്ത് ആൻ ആക്സിഡന്റ് എന്ന് പറയാം. ആക്സിഡന്റ് മെറ്റ് ചെയ്യുമെന്ന് പറയില്ല, ആക്സിഡന്റ് സംഭവിച്ചു എന്ന് പറയാം. അപ്പം എങ്ങനെ കൊടുക്കണം എന്ന് അറിയോ, റോസി ഇങ്ങനെ കൊടുക്കണം. ദ ആക്സിഡന്റ് ഹാപ്പൻഡ് യെസ്റ്റർഡേ അല്ലെങ്കിൽ ദ ആക്സിഡന്റ് അക്കേർഡ് യെസ്റ്റർഡേ ഇസ് എ ലാസ്റ്റ് റോ ഇൻ മൈ ലൈഫ് എന്ന് കൊടുക്കും കേട്ടോ. ഹി കെയിം അപ്പ് വിത്ത് എ പ്ലാൻ ടു ഗോ ഫോർ എ മൂവി ടുനൈറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ഫൈനലി ഇറ്റ്സ് എ ടൈം ടു റൈഡ് ദ വേ. പിന്നല്ല, ഇറ്റ്സ് മൈ ഫ്രണ്ട്സ് ഓൾവേസ് കം അപ്പ് വിത്ത് മെനി പ്ലാൻസ് ഫോർ അവർ സ്റ്റാർട്ടപ്പ് പ്ലാൻസ്. ദാറ്റ്സ് ഗ്രേറ്റ്. NIA court will come up with the verdict against those who were involved in chopping hand of Professor Joseph. That's great. I think my every mistake is a last straw, but unfortunately that is the beginning. എന്താ ശബരിയിലെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ എന്ന്. ജീവിതം അതാണ് എന്തെന്നറിയാം, നമുക്ക് ലൈഫിൽ അങ്ങനെ തോന്നാനുള്ള കാര്യം. ലൈഫ് ഇസ് നോട്ട് ഗോണ എൻഡ് അല്ലേ സൂൺ, പെട്ടെന്ന് എൻ്റെ ഇല്ലല്ലോ, അതിങ്ങനെ കിടക്കുമല്ലേ, ഇങ്ങനെ കിടക്കുവാണ്. ഇറ്റ്സ് ജസ്റ്റ് എ ജേർണി, ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ടാണ് ശബരി അതൊക്കെ ടേക്ക് ഇറ്റ് വിത്ത് ഫ്ലോ എന്ന് പറയാം, ആ ഫ്ലോയിൽ അങ്ങ് കൊണ്ടുപോകാം. Sometimes this may be the last row, after everything will happen in the normal way. Okay, all right, last row, comma, after അങ്ങനെയല്ല കൊടുക്കുന്നത്, after that everything അല്ലേ, അപ്പോൾ ഒരു കോമ കൊടുക്കണേ. after that everything will happen in the normal way. In my northeast journey, okay, in my northeast journey, the train delayed 10 hours before my destination. That was the last row. Okay, fine. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നോർത്ത് ഈസ്റ്റിൽ പോയപ്പോൾ. ഇതാണ് ലാസ്റ്റ് റോ, കൊള്ളാം. Don't think about the last row, just ride the wave. Great. Making me work late on Friday was the last row. All right. ഇനി അതിൻ്റെ ഒരു കുറവുകൂടെ ഉള്ളതല്ലേ എന്തിനാ.
If my neighbor wants something, she always comes up with gossips. അടിപൊളി. എൻ്റെ പൊന്നോ. After so many unsuccessful experiments, he come up with a nice product. After so many unsuccessful experiments, ഒന്നെങ്കിൽ he came up with, അല്ലെങ്കിൽ റസ്യ he comes up with എന്ന് കൊടുക്കുക. സബ്ജക്റ്റ് സിംഗുലർ അല്ലേ, അപ്പോൾ വെർബ് സിംഗുലർ കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പാസ്റ്റ് ടെൻസ് കൊടുക്കുന്നവരും മറക്കണ്ട കേട്ടോ. റസ്യ ശ്രദ്ധിക്കണേ. യു ഷുഡ് ഫോർഗെറ്റ് ദ ഇൻസിഡന്റ് ഹാപ്പൻ ലാസ്റ്റ് മന്ത് ആൻഡ് സ്റ്റാർട്ട് to write the flow. Start to write the flow. Start കഴിഞ്ഞിട്ട് to infinitive കൊടുക്കുക. Okay. Massive stepping down of employees of is paved out. ഇല്ല, has paved. Massive stepping down of employees has paved the way for the loss of the company. നോട്ട് കേട്ടോ. Has paved the way for the loss of the company. നോട്ട് കേട്ടോ. So, all right. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ phrasal verbs, idioms and one words. അപ്പോൾ the last one is last row, ride the wave. അത് രണ്ടും ഇതാണ് idioms ആണ്. And the other one is a phrasal verb, come up with. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ phrasal verbs, one words and idioms. അപ്പോൾ നമുക്ക് പോകാമല്ലോ നമ്മുടെ synonyms, antonyms, related wordsലോട്ട്. യെസ്, നമ്മുടെ ഡയറഫം ഇൻസ്ട്രക്ടറിന്റെ 6ാമത്തെ ബാച്ച് സ്റ്റോറിലുണ്ട്. സ്റ്റോറിലുണ്ടെന്ന് മാത്രമല്ല, ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. 4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആവും. നോട്ട്സ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലോട്ട് എത്തിക്കുക. അതുപോലെ തന്നെ നമുക്ക് ടെസ്റ്റ് സീരീസ് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ് ആൻഡ് ടെലഗ്രാം ചാനൽ മെന്റർ സപ്പോർട്ട് കൂടി തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉഷാറായിട്ട് പഠനം മുന്നോട്ട് പോകാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ 2240 രൂപയ്ക്ക് കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യാൻ അറിയാലോ. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. ആപ്പ് വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ കയറി അപ്ലൈ ചെയ്യുക, ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ LSGSന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. LSGSന്റെ ഒരു പ്രത്യേകത, ഇപ്പോൾ 2ാമത്തെ ലോങ് ടേം ബാച്ച് ആണ്. അതുപോലെ തന്നെ LDCയുടെ ബാച്ചും ലോങ് ടേം ബാച്ചാണ്. നമ്മളിപ്പോൾ നവംബർ ഒക്ടോബർ മാസത്തിൽ എപ്പോഴേലും എക്സാം വരും എന്ന പ്രതീക്ഷിച്ചാണ് നമ്മൾ ഡയറക്റ്റ് ഇൻസ്ട്രക്ടറിനെ പഠിക്കണേ. പക്ഷേ LSGS എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ എന്താ പറയുക, കസ്റ്റഡിയുടെ പോസ്റ്റാണ്. നിങ്ങളുടെ സൈനിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കും. അതുപോലെ തന്നെ LDCയുടെ ആണെങ്കിലും നമ്മൾ അടുത്ത ഒരു 2024 എക്സാമിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോഴേ ഇറ്റ്സ് എ ലോങ് ഗോ ആണ്. അപ്പോൾ അതിനുവേണ്ടി 5-6 മാസത്തെ നമ്മുടെ ഒരു പ്രിപ്പറേഷൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അപ്പം ഇവിടെ നമ്മൾ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, ക്ലാസ്സുകൾ റെഗുലർ ആയിട്ടുണ്ടാവും, മെൻറ്റർഷിപ്പ് ഉണ്ടാവും, ടെലിഗ്രാം ഗ്രൂപ്പുകളൊക്കെ വെച്ച് കൃത്യമായിട്ടൊരു ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചു പോകാൻ നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മളിതിൻ്റെ സെഷൻസ് ഒക്കെ യൂട്യൂബിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയും LSGSിലൊക്കെ സെഷൻസ് ഒക്കെ ആയിട്ട് നമ്മൾ വരും, സീരീസ് ഒക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുക, അതിനോടൊപ്പം ഓറിയൻറ്റഡ് ആയിട്ട്, എന്താണ് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോകുക. അപ്പോൾ ബേസിക്സ് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. കോഡ് അപ്ലൈ മറക്കണ്ട. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏറ്റവും മാക്സിമം ഡിസ്കൗണ്ട് തന്നെ ക്ലാസ് കിട്ടും കേട്ടോ. അപ്പോൾ ലെറ്റ്സ് മൂവ് ടു നമ്മുടെ അടുത്ത സെറ്റ്, സിനോണിംസിലോട്ട് ആന്റണിംസിലോട്ടൊക്കെ പോകാം. അപ്പോൾ ആദ്യത്തെ വേർഡ് പിടിച്ചോളൂ, അണ്ടർമൈൻ ചെയ്യുക എന്നുള്ള വേർഡാണ്. അണ്ടർമൈൻ ചെയ്യുക. കഴിഞ്ഞ ദിവസം അത് എനിക്ക് തോന്നുന്നു നമ്മൾ തിങ്കളാഴ്ചയാണെന്ന് തോന്നുന്നു അല്ലേ, അണ്ടർമൈൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞുതരും. അണ്ടർമൈൻ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ, ഇറോഡ് ചെയ്യുക, നശിപ്പിക്കുക, വേറെ അതാണ്. അല്ലെങ്കിൽ നമ്മൾ വേറൊരു വാക്ക് പറയുന്നത് സബ്വേർട്ട് ചെയ്യുക, അതിനെ കുളമാക്കുകയാണ് അല്ലേ, ഒരു കാര്യത്തിനൊക്കെ കുളമാക്കുക, സബ്വേർട്ട് ചെയ്യുക അല്ലെങ്കിൽ സബോട്ടാഷ് ചെയ്യുക എന്നൊക്കെ പറയും. അതിനാണ് നമ്മൾ അണ്ടർമൈൻ ചെയ്യുക എന്ന് പറയാം അല്ലേ. ഒരു കാര്യത്തെ നശിപ്പിക്കുന്നതിനാണ് അണ്ടർമൈൻ ചെയ്യുക എന്ന് പറയാം. എന്നാൽ ഒരു കാര്യത്തിന് അണ്ടർഗേർഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ലേ. അതാണ് ഈ അണ്ടർമൈൻ, അണ്ടർഗേർഡ് അങ്ങനെയുള്ള വാക്കുകൾ കുറച്ചുണ്ട്, അത് ഓർത്ത് വെച്ചോളാം. ദാറ്റ് ഇസ് അണ്ടർമൈൻ എന്ന വാക്കാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അടുത്ത സെറ്റ് ബാക്ക്, വീണ്ടും ഒരു നെഗറ്റീവ് വാക്ക് തന്നെയാണ്. സെറ്റ് ബാക്ക് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, ഡിഫിക്കൽട്ടി, ഇഷ്യൂ, ഹിച്ച്, കോംപ്ലിക്കേഷൻ എന്നൊക്കെ പറയും അല്ലേ. ലൈഫിലൊരു ഹിച്ച് വന്നു, പക്ഷേ എൻ്റെ ലൈഫിലൊരു ഹിച്ച്. ഹിച്ച് മീൻസ്, ഹിച്ച് എന്ന് പറഞ്ഞൊരു മൂവിയുണ്ട്, നമ്മുടെ വിൽ സ്മിത്തിൻ്റെ ഒരു മൂവിയുണ്ട് ഹിച്ച്. അത് വേറെ ഹിച്ചാണ്. ഇത് ഹെച്ച്, കോംപ്ലിക്കേഷൻ, ഇഷ്യൂ, പ്രോബ്ലം, ഡിഫിക്കൽട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് സെറ്റ് ബാക്ക്. ഓക്കെ, അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി. ഇന്നലെ ഡിസ്കസ് ചെയ്താണ് സ്റ്റാറ്റ്യൂട്ടറി. സ്റ്റാറ്റ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ കാർത്തിക് പറഞ്ഞില്ലേ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ക്ലാസ്സിൽ അതിൻ്റെ ഡിഫറെൻറ്റ് മീനിങ് ആണ് എന്ന് പറഞ്ഞില്ലേ. സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ലീഗ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ 2 വാക്കാന്ന് പറഞ്ഞില്ലേ. സോ അർത്ഥം ലോഫുൾ, നിയമപരമായിട്ടുള്ള, ലീഗൽ, ജുഡീഷ്യൽ, കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി. ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ തന്നെ സ്റ്റാറ്റ്യൂട്ട് എന്ന നൗണിൽ നിന്നാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി എന്ന അഡ്ജക്റ്റീവ് വരുന്നതെന്ന് പറഞ്ഞാൽ. സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ അല്ലേ, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ലോ, നൗണാണ്, അതിൻ്റെ വേർബ് അഡ്ജക്റ്റീവാണ് സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ളത്. അടുത്ത ക്വാഷ് ചെയ്യാം. ക്വാഷ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കുകളിൽ കുറച്ച് ഫോമൽ വാക്കുകളുണ്ട്. റെസെൻറ്റ് ചെയ്യുക, റിപ്പീൽ ചെയ്യുക, റിവോക്ക് ചെയ്യുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് അതിൽ സാധാരണ ഒരു വാക്കാണ് ക്വാഷ് ചെയ്യുക. ക്യാൻസൽ ചെയ്യുക, ഒരു കാര്യത്തെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാണ്, അതിനെയാണ് നമ്മൾ വിളിക്കുക ക്വാഷ് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ ചില ലോസ് ഒക്കെ ക്വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ചില ബിൽസ് ഒക്കെ ക്വാഷ് ചെയ്ത് കളയുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ക്വാഷ് എന്ന വേർബിൻ്റെ അർത്ഥം. ഓർത്ത് വെച്ചിട്ടും വേർബാണ് ക്വാഷ് ചെയ്യുക കേട്ടോ. ക്യാൻസൽ ചെയ്യുക, റിവേഴ്സ് ചെയ്യുക, റെസെൻറ്റ് ചെയ്യുക, റിപ്പീൽ ചെയ്യുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ
ലൈവിലുള്ളവരെ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉഷാറായിട്ട് ഒരു ലൈക്ക് ഇട്ട പിള്ളേരെ, ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇതൊക്കെ പറഞ്ഞു തരണോ? നോക്കട്ടെ. യെസ്. റിൻറ്റു ഹാഡ് അണ്ടർമൈൻഡ് ദ ടോയ് ബോട്ട് ബൈ ഹെർ അങ്കിളോ. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസായിട്ട്. Can you figure out these setbacks? That's great. Okay. SEBI is a statutory body. All right. ബാക്കി സെൻറ്റൻസ് ഒന്നും എനിക്ക് കാണുന്നില്ലല്ലോ. നോക്കട്ടെ സെൻറ്റൻസ് അവിടെ പോയി. ബാക്കി സെൻറ്റൻസ് ഒന്നും കാണുന്നില്ല. എന്താ പറ്റി നമ്മുടെ യൂട്യൂബിന് സെൻറ്റൻസ് ഒന്നും കാണുന്നില്ല. ഓക്കെ, ബാക്കി സെൻറ്റൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്തു കേട്ടോ. ബാക്കി സെൻറ്റൻസുകളൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇതാണ് നമ്മുടെ സെൻറ്റൻസസ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ്. അടുത്ത് ഗ്രാൻഡ്. ആകെ ഞാൻ ഈ 3 സെൻറ്റൻസേ കാണുന്നുള്ളൂ. ഓക്കെ, യാ, ഗ്രാൻഡ് ചെയ്യുക. മുകളിൽ കാണുന്നില്ല, അതാണ് ഞാൻ പറഞ്ഞത്. എന്തോ റിഫ്രഷ് ചെയ്തു, പക്ഷെ എന്തൊക്കെയോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. ഈ യൂട്യൂബിൻ്റെ പ്രശ്നമാണോ? ലെറ്റ് മീ സീ, ഞാൻ നോക്കാവേ. ഓക്കെ, ഫൈൻ. മുകളിലോട്ട് വരുന്നില്ല കേട്ടോ, സെൻറ്റൻസ് വരുന്നത് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്. The police quashed the petition filed against the political leader. He quashed the tour plan due to heavy rain. The company quashed the proposal due to lack of time. It was a setback for media freedom as the court didn't quash the case against the media person. All right. The statutory body is going conduct allanube, going to conduct. To infinitive alla avade going to conduct a personal selection exam first time in the history. All right. Landslip has undermined the region completely. All right. The statutory body declared to demolish Mullaperia. Fine. The last heir of the kingdom was an iconoclast, and he undermined all the traditional rituals. That's great. അല്ലേ, നിങ്ങൾക്ക് കാണുന്നില്ലല്ലോ. സംതിങ് ഇസ് ഫിഷ് അല്ലേ? ദർ ഇസ് സംതിങ് ഫിഷി എന്ന്. സത്യം എനിക്ക് കാണുന്നില്ല. എന്നെ പറ്റിയതാണോ? ഇൻവോൾവ്മെന്റ് ഓഫ് റിലേറ്റീവ്സ് ഇൻ യുവർ ലൈഫ് വിൽ ലീഡ് ടു അണ്ടർമൈൻഡ് ലൈഫ്. പിന്നല്ല, അനാവശ്യമായിട്ടല്ല, ഓവറായിട്ട് ഇൻവോൾവ് ചെയ്ത് കുറച്ചൊക്കെ കുഴപ്പമില്ല. ബിക്കോസ് പീപ്പിൾ വി ലിവ് ഇൻ എ കളക്റ്റീവ് സൊസൈറ്റി. മനുഷ്യന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അല്ലാതെ വരുമ്പോഴാണ് പ്രോബ്ലം. മനുഷ്യർക്ക് പണി കൊടുക്കാൻ വേണ്ടി മനുഷ്യരാകുമ്പോഴാണ് പ്രോബ്ലം. സോ റിലേറ്റീവ്സിനെ അധികം അടുപ്പിക്കാതിരിക്കുന്നത് എപ്പോഴും നല്ലത്. ഞാൻ ഇട്ടായിരുന്നു ഇവിടെ, നീ ഇട്ടത് കണ്ടില്ലടാ. കാരണം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ബട്ട് പറ്റണില്ല. എന്താണോ എനിക്കറിയത്തില്ല എന്താണ് പറ്റിയത് കേട്ടോ. നീ സെൻറ്റൻസ് ഒന്നും ഇട്ടേക്കാവോ ഇനി ഉണ്ടെങ്കിൽ. I was about to say that we are going to quash the weekend plan. All right. I hope that is clear. അപ്പോൾ അണ്ടർമൈൻ ചെയ്യുക, സെറ്റ് ബാക്ക്, സ്റ്റാറ്റ്യൂട്ടറി, ക്വാഷ്, ഗ്രാൻഡ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ്. നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. നള്ളിഫൈ ചെയ്യുക. ഇപ്പം നമ്മൾ കണ്ട ക്വാഷിൻ്റെ അതേ മീനിങ് ആട്ടോ നള്ളിഫൈക്ക്. നിങ്ങൾ കേട്ട് പരിചയമുള്ള അതേ സാധനം നോക്കട്ടെ. ക്വാഷ്, ക്യാൻസൽ, റിവേഴ്സ്, റെസിൻഡ്, റിപ്പീൽ, റിവോക്ക് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതേ കക്ഷി നമ്മൾ ഇങ്ങോട്ടേക്ക് കേട്ടാണ്. റിപ്പീൽ, റിവോക്ക്, റെസിൻഡ്, ക്യാൻസൽ, അനൽ, ഇൻവാലിഡേറ്റ്. ഒരേ മീനിങ് ആട്ടോ നള്ളിഫൈക്ക്. ഒരു കാര്യത്തിന് നൾ ആൻഡ് വോയിഡ് ആക്കി മാറ്റുക. നള്ളാക്കി കളയെന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കളയുക, അതിന് വാലിഡിറ്റി ഇല്ലാതാക്കുക, ഇൻവാലിഡേറ്റ് ചെയ്ത് കളയുക. അതിനാണ് നമ്മൾ നള്ളിഫൈ ചെയ്യാന്ന് പറയുക. സോ ദാറ്റ് ഈസ് നള്ളിഫൈ. നിങ്ങൾ കേട്ടുണ്ടോ? അനൽ ചെയ്യുക, ഇൻവാലിഡേറ്റ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറയില്ലേ. സോ അതൊക്കെയാണ് നിങ്ങൾ കേട്ട് പരിചയമുള്ള വാക്ക്. പിന്നെ കുറച്ചൊരു ഫോമലായിട്ട് നിങ്ങൾ എഴുതുന്ന കണ്ടിട്ടുണ്ട്. റിപ്പീൽ, റിവോക്ക്, റെസിൻഡ് ആയിരിക്കും നിങ്ങൾ ഫോമലായിട്ട് കുറച്ചുകൂടെ കാണുന്നത്. ബാക്കി വാക്കുകൾ ഇൻവാലിഡേറ്റ് ഒക്കെ ഉണ്ട്, ഫോമലായിട്ടുണ്ട്. പക്ഷെ കുറച്ചുകൂടി ഫോമലാണോ എന്ന് ചോദിച്ചാൽ ഒരു ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതുമ്പോൾ നമ്മൾ കൊടുക്കും റിപ്പീൽ ചെയ്തു, കോർട്ട് റിപ്പീൽ ചെയ്തു, റിവോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കാണുക. ബിക്കോസ് അതാണ് കുറച്ചുകൂടെ ഫോമൽ വേർഡ്സ് കേട്ടോ. അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓൾ റൈറ്റ്, ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ ടു യു. I want to quash the meeting because of some setbacks. അത് പറഞ്ഞല്ലേ. The match quashed due to the match quashed അല്ലടാ പ്രബിയത്തെ, മാച്ച് ഇൻവാലിഡേറ്റ് ചെയ്യപ്പെട്ടു, ക്യാൻസൽ ചെയ്യപ്പെട്ടു എന്നല്ലേ. അപ്പം ഇങ്ങനെ കൊടുക്കണം, the match is quashed due to adverse weather condition. കേട്ടോ പ്രബിയത്തെ. കാര്യം എന്ന് വെച്ചാൽ ക്വാഷ് ചെയ്തു എന്ന് പറയുമ്പോൾ ആര് ക്വാഷ് ചെയ്തു എന്നൊരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ കൊടുക്കണം the match quashed എന്ന് പറയും. മാച്ച് ഒന്നിനെയും ക്വാഷ് ചെയ്തില്ല. അതോറിറ്റീസ് അല്ലെങ്കിൽ മാനേജർ, ആരാണോ മാനേജർ അല്ലെങ്കിൽ ആരാണോ അതിൻ്റെ അതോറിറ്റി, കമ്മിറ്റി മെമ്പേഴ്സ്, അവരാണ് മാച്ചിനെ ക്യാൻസൽ ചെയ്തത് അല്ലേ. അപ്പം ഇങ്ങനെ പറയണം ദ മാച്ച് ഈസ് ക്യാൻസൽഡ് അല്ലെങ്കിൽ മാച്ച് വാസ് ക്യാൻസൽഡ്. ഏതുകൊണ്ടും കൊടുത്തോ കുഴപ്പമില്ല. പാസിവൈസേഷൻ കൊടുക്കണം, പാസീവ് വേർഡ്സ് കൊടുക്കണം. ട്രെക്കിംഗ് ടു മൗണ്ട്
Mount Everest ആണോടാ? അല്ലേ? അതല്ല ഉദ്ദേശിച്ചേ. It's a great setback. അല്ല കാർത്തികേ? The trust quashed the grant given to students due to financial setback. That's great. The Supreme Court quashed this order passed by the law court. That's great. Follow the statutes of the land. Great. The 44th Amendment of Morarji Desai nullified the 42nd Amendment of Indira Gandhi. That's great. The manager grants permission to quash the project. That's right. അയ്യോ ഗ്രാൻഡ് ഞാൻ പറഞ്ഞായിരുന്നോ? അയ്യോ ഗ്രാൻഡ് ഞാൻ പറഞ്ഞില്ലല്ലേ, സോറി. ഗ്രാൻഡ് എന്താണെന്നറിയാമോ? നമ്മളൊരാൾക്ക് ഒരു ഗ്രാൻഡ് കൊടുക്കുക എന്ന് പറയില്ലേ, അതായത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം, എൻഡോൾമെന്റ് അല്ലെങ്കിൽ അങ്ങനെ പറയില്ല, അതാണ് ഗ്രാൻഡ് എന്ന് പറയാം. നമ്മൾ പറയില്ലേ മറ്റേ PhD ഒക്കെ ചെയ്യുന്നവർക്ക് ഗ്രാൻഡ് കിട്ടും എന്ന് പറയുന്നില്ലേ, ഗ്രാൻഡ് ഇന്ന ഗ്രാൻഡ് എന്നൊക്കെ പറയില്ലേ, ആ ഗ്രാൻഡ്. അല്ലാതെ നമുക്ക് സഹായം ഇതുണ്ടല്ലോ, ഒരു ഗവൺമെന്റിന്റെ ഗ്രാൻഡ് കിട്ടുക, ആ ഗ്രാൻഡ് ഉണ്ട്. എൻഡോമെന്റ് അല്ലെ സബ്വെൻഷൻ എന്ന് പറയും സാധനം. അല്ലാതെ വേർബ് ഉണ്ട്, ഗ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞതിന് അർത്ഥം നമുക്ക് അലോ ചെയ്യാണ്, അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് അഗ്രി ചെയ്യാണ്, അല്ലെ, അഡ്മിറ്റ് ചെയ്യാണ്, അതും പറയാം ഗ്രാൻഡ്. ഗ്രാൻഡ് പെർമിഷൻ എന്നൊക്കെ പറയില്ലേ, ക്യാൻ യു ഗ്രാൻഡ് മീ പെർമിഷൻ ടു ഡു ദാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അലോ ചെയ്യുക, അഡ്മിറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ. അഗ്രി ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ടേ, ഓർത്ത് വെച്ചോണം. അതാണ് നമ്മുടെ ഗ്രാൻഡ് എന്ന വേർബിന്റെ അർത്ഥം. ഞാൻ പറയാൻ വിട്ടു അല്ലേ. സോ ഗ്രാൻഡ് ഓർത്ത് വെച്ചോണേ, അതാണ് ഗ്രാൻഡ്. UGC grants 2 crore rupees for the development of research center in NAC accredited colleges in Kerala. Yes. That's great. 2 years ago, he went through a grave setback. Great. The president can grant a pardon by Article 72. ആ ഗ്രാൻഡ് വേറെ, അത് ഗ്രാൻഡ് വേറെ, അവിടെയാണ്. ഗ്രാൻഡ് പറഞ്ഞപ്പോൾ ഞാൻ ഇത് വിട്ടുപോയത് അതുകൊണ്ടാണ് ഞാൻ ഓർത്തത്. കുറച്ച് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഈ ഗ്രാൻഡ് കണ്ടോ, ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന നൗണും വേർബും ആണ്. പക്ഷേ ഈ ഗ്രാൻഡ് ഇല്ലേ, ഈ ഗ്രാൻഡ് ശ്രദ്ധിക്കണം. ഈ ഗ്രാൻഡ് GRAND ഗ്രാൻഡ്, അത് അഡ്ജക്റ്റീവ് ഗ്രാൻഡ് ആണ്. ഗ്രാൻഡ് സെറിമണി പറയില്ല നമ്മൾ, ഗ്രാൻഡ് സെറിമണി, അതാണ്. അതായത് അടിപൊളി, ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഭയങ്കര ഹ്യൂജ് സെലിബ്രേഷൻ ആയിരുന്നു അങ്ങനെയൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ ഗ്രാൻഡ് എന്ന് പറയുന്നത്. അത് അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. ഡിഫറൻസ് മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ രണ്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ, മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഫൈൻ സഹാന, ദാറ്റ്സ് ഫൈൻ. You guys will have many setbacks in work and you should have to sort it out before the deadline because that is your job. That's great. Government has granted many schemes in the agriculture sector. All right. I quashed today's plan due to heavy rain. All right. Aladdin Khilji confiscated the grants that were given to the people. All right. Indian cricket team should adopt some measures to remove the setbacks before the World Cup. Yes. I was upset to see many people endorsing the hand chopping of the professor. All right. The Radhakrishnan Commission grants scholarships for the student unions. Yes. Buffering ഉണ്ട്, ഇടയ്ക്ക് ബഫറിംഗ് ഉണ്ടോ? ഞാനിപ്പോഴാണ് അഞ്ചു ഏത് സിലബസ് ബേസ്ഡ് എന്താ ചോദിച്ചേ? ഈ സെഷനാണോ? ഈ സെഷൻ നമ്മൾ വൊക്കാബുലറി ഗ്രാമറിന്റെ ഒരു വൊക്കാബുലറിയാണ് മെയിൻലി ഇതിൽ മെയിനായിട്ട് വൊക്കാബുലറി ആണ് നമ്മൾ നോക്കുന്നത്. അതുകൂടെ നമ്മുടെ ആർട്ടിക്കിൾ വായിക്കുമ്പോൾ നമ്മുടെ റീഡിംഗ് എബിലിറ്റി എല്ലാത്തിനും, അതിപ്പോൾ PSC എക്സാമിന് പഠിക്കുന്നവർക്കും SSC എക്സാമിന് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ ബാങ്ക് എക്സാമിന് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്. റെഗുലറായിട്ട് നമ്മൾ വൊക്കാബുലറി പഠിച്ചുവിടും. സിനോണിംസ്, ആന്റണിംസ്, confusing words, related words, and the verb formulation, adjective formulation, noun formulation, forms of കാര്യങ്ങൾ പഠിക്കും, വേർഡ്സിന്റെ ഫോംസ്, അതുപോലെ ഇഡിയംസ്, ഫ്രേസൽ വേർബ്സ്, വൺ വേർഡ്സ് ഒക്കെ. അതാണ് ഉദ്ദേശിച്ചത്, അതാണ് നമ്മൾ ഇവിടെ ഈ സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണേ. ഓക്കെ. The court granted the parole. Okay, 3 crore is needed for endorsing the business, otherwise your efforts will be nullified. All right. Demagogue cites that a new venture is impending, but the committee have different opinions, so he is caused to nullify the plan. All right. The local committee of the village provided a grant for the students who feel the pinch for their higher studies. All right. The government provides grants for the development of small scale industries. The government quashed the grant. All right. Sonia Gandhi granted pardon to the culprits involved in murder of Rajiv Gandhi. Oh, LGS exam ഇല്ലേ, അതിന്റെ കട്ട് ഓഫ് എത്ര? LGS എക്സാമോ? കട്ട് ഓഫിന് കാര്യം ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. എത്ര കുട്ടികൾ അപ്ലൈ, കാൻഡിഡേറ്റ്സ് അനുസരിച്ചിരിക്കും. കട്ട് ഓഫിന് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വേറെ ഒരു എന്താ പറയുക, ഇമാജിൻ ചെയ്ത് കളയാൻ പറ്റില്ലാത്തൊരു കാര്യമാണ്. എത്ര ആൾക്കാർ അപ്ലൈ ചെയ്യുന്നു, അതിൽ എത്ര പേര് എക്സാം എഴുതുന്നു അനുസരിച്ച് എക്സാം കഴിഞ്ഞ കട്ട് ഓഫിനെ പറ്റി നമുക്കൊരു അനുമാനം പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കട്ട് ഓഫ് റിലേറ്റഡ് കാര്യങ്ങൾ നമുക്കിവിടെ പറയാൻ ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ് ഈസ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാൽക്കുലേഷൻ ആയിട്ട് പറയാൻ പറ്റില്ല, അത് പ്രെഡിക്റ്റബിൾ അല്ല, അതാണ് പ്രോബ്ലം. It is mandatory from the central government to resolve the contention between the people in Manipur.
Brush aside your setbacks and ride the wave. That's great. Positive people always squash whatever negative comes. Whatever negative comes to their life and move on. Keto, Anube? It is very difficult to solve the setback made by him. All right. Yes. അപ്പം നമുക്ക് അടുത്തോട്ട് പോകാലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നീ പോയിട്ട് എവിടെയെങ്കിലും മുങ്ങിയോടാ. അടുത്തതാണ് നള്ളിഫൈ. നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, നള്ളിഫൈ പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞ അടുത്തതിലോട്ട് പോകാം. നമുക്ക് അത് രണ്ടുമാണ് നമ്മൾ സെയിം മീനിങ് ആണ് പറഞ്ഞത്. എൻഡോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അഫേം ചെയ്യുക, അപ്രൂവ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബാക്ക് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു എൻഡോഴ്സ് ചെയ്യുക എന്നുള്ള യൂസേജ്. അപ്പോൾ എൻഡോഴ്സ് എന്ന വാക്കിൻ്റെ വെർബിൻ്റെ നൗൺ ഫോർമുലേഷനും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു. എൻഡോഴ്സ്മെന്റ് എന്ന് പറഞ്ഞായിരുന്നു, ഓർത്ത് വെച്ചോണേ. എൻഡോഴ്സ് ചെയ്യുക അതുപോലെ തന്നെയാണ് എൻഡോഴ്സ്മെന്റ് എന്ന നൗൺ അതിൻ്റെ ഫോർമുലേഷൻ. എൻഡോഴ്സ് വെർബാണ്, എൻഡോഴ്സ്മെന്റ് വരുമ്പോൾ അതിൻ്റെ നൗൺ ഫോർമുലേഷനാണ്. അഡ്വക്കേറ്റ് ചെയ്യുക, അഫേം ചെയ്യുക എന്നൊക്കെ പറയില്ല. അപ്പോൾ നമുക്ക് ഒരാളുടെ സപ്പോർട്ട്, ബാക്കപ്പ്, അതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെന്റ് എന്ന് പറയുക. അപ്പോൾ അഡ്വക്കേറ്റ് ചെയ്യുക, അഫേം ചെയ്യുക, അപ്രൂവ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബാക്ക് ചെയ്യുക, ഇതാണ് എൻഡോഴ്സ് ചെയ്യുക. അടുത്ത കണ്ടൻഷൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു കണ്ടൻഷൻ എന്താ പറഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടൻഷ്യസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ പറഞ്ഞ കണ്ടൻഷൻ എന്ന് പറഞ്ഞു. ബോൺ ഓഫ് കണ്ടൻഷൻ എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ആ സംഗതി ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. ഇന്നലെ ബോൺ ഓഫ് കണ്ടൻഷൻ എന്നൊരു ഇഡിയം പറഞ്ഞില്ലേ. അപ്പോൾ കണ്ടൻഷ്യസ് എന്നതാണ് അതിൻ്റെ അഡ്ജക്റ്റീവ് എന്ന്. അത് ഇന്നലെ അഡ്ജക്റ്റീവ് പഠിച്ചപ്പോഴാണ് നമ്മളിത് പറഞ്ഞത്, ഓർക്കണം. കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റേറ്റീവ് എന്നാണ്, ഡിബേറ്റബിൾ, ഡിസ്പ്യൂട്ടബിൾ ആയിട്ടുള്ള എന്നാണ് കണ്ടൻഷ്യസ് ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലേ. അപ്പോൾ കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരെ വലിയൊരു ഡിസഗ്രിമെന്റ് ആണ്, സ്ട്രോങ് ഡിസഗ്രിമെന്റ്, ഡിസ്പ്യൂട്ട് എന്നൊക്കെ പറയാം. എന്നാൽ ചില സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ദ കോർട്ട്സ് കണ്ടൻഷൻ ഈസ് ദാറ്റ്, അതായത് കോർട്ടിന്റെ ആർഗ്യുമെന്റ്, കോർട്ടിന്റെ ക്ലെയിം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ക്ലെയിം ഇതാണെന്നൊക്കെ പറഞ്ഞ് കാണാം. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം കൂടി ഉണ്ട്, ഒരാളുടെ ക്ലെയിം, നമ്മുടെ അലിഗേഷൻ, നമ്മുടെ ആർഗ്യുമെന്റ് ഇങ്ങനെയാണ് എന്ന് പറയാം. അതുകൂടെ അർത്ഥമുണ്ട് കേട്ടോ കണ്ടൻഷന്, ഓർത്ത് വെച്ചോളാം. അടുത്ത മാൻഡേറ്റ് ആണ്. നൗൺ ആയിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഗതിയാണ്, നിങ്ങൾ കേട്ട് പരിചയമുള്ളതാണ്. മാൻഡേറ്റ് നൗൺ വേർബും ആണെങ്കിൽ മാൻഡേറ്ററി ആണ് അതിന്റെ അഡ്ജക്റ്റീവ്. ഇതും കേട്ട് പരിചയമുള്ള സാധനമാണല്ലോ. ഒബ്ലിഗേറ്ററി, നിർബന്ധം, കമ്പൽസറി എന്നൊക്കെ ആയിട്ടുള്ള അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ് മാൻഡേറ്ററി. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ അതോറിറ്റി അല്ലെങ്കിൽ ഡയറക്റ്റ്, ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ അതിന്റെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ ഡയറക്റ്റീവിന്റെ അർത്ഥം. പിന്നെ അതിന്റെ വേർബ് ഫോർമുലേഷൻ വരുമ്പോൾ ഓതറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെയാണ് അതിന്റെ വേർബ് ഫോർമുലേഷൻ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഇൻസലേറ്റ്. നിങ്ങൾക്കറിയാം ഇൻസലേഷൻ ടേപ്പ്. ഇൻസലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അർത്ഥം? ഒരു കാര്യം കവർ ചെയ്ത് വെക്കുന്ന അവസ്ഥയ്ക്കാണ് ഇൻസലേഷൻ എന്ന് പറയുക. അപ്പോൾ ഇൻസലേറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇൻസലേഷൻ ടേപ്പ് കേട്ടിട്ടില്ലേ? ഒരു നമ്മളിപ്പോൾ എന്തെങ്കിലും പരിപാടിക്ക്, എന്തൊരു പരിപാടിയല്ല, വയറിംഗ് ഒക്കെ എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടിരിക്കുകയാണ് നമ്മൾ പറയും ആ ഇൻസലേഷൻ ടേപ്പിംഗ് എടുത്തേ പറയുന്നത് കേട്ടില്ലേ. എൻ്റെ വീട്ടിൽ റിപ്പയറിങ് കുറച്ച് പരിപാടികളൊക്കെ കൂടുതലുള്ള ആൾക്കാരുള്ളതുകൊണ്ട് ഐ നോ ഇൻസലേഷൻ ടേപ്പിനെ പറ്റി ഞാൻ എപ്പോഴും ഓർക്കും. ഞങ്ങൾ ഒന്ന് പറഞ്ഞാ ഇതിന് ചെറിയ സ്പാൻ എടുത്തെന്ന് പറയും എപ്പോഴും. അതേപോലെ ഇൻസലേഷൻ ടേപ്പിന്റെ അവസ്ഥ, എപ്പോഴും ഇൻസലേഷൻ ടേപ്പ് ആവശ്യമുണ്ടാവും. ഇൻസലേഷൻ ടേപ്പ് ഇല്ലാത്ത ഒരു വീട് ഉണ്ടാവില്ല അല്ലേ. നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഇൻസലേഷൻ ടേപ്പ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ഇതായിരിക്കും, എന്താ പറയുക, ഭയങ്കര കോമൺ ആയിട്ടൊരു സാധനമായിരിക്കും. സോ സംഗതി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇൻസലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കവർ ചെയ്യുക, റാപ്പ് ചെയ്യുക, എൻഗേജ് ചെയ്യുക, എൻവലപ്പ് ചെയ്യുക എന്നാണ്. സോ എൻവലപ്പ് ചെയ്യുക വേർബാണ്. ഈ വന്നിട്ടുണ്ടെങ്കിൽ നൗൺ ആണ്. എൻവലപ്പ് പീൽ അവസാനിച്ചാൽ അത് വേർബാണ്. ബട്ട് എൻവലപ്പ് എന്ന ഇതുണ്ട് കേട്ടോ. എൻവലപ്പ് എന്ന എന്താണ് നൗൺ ഉണ്ട്. എൻവലപ്പ്, ഇതാണ് നൗൺ. ഈ വരുമ്പോൾ അത് നൗണായി. അതാണ് വ്യത്യാസം കേട്ടോ. ഇങ്ങനെ ഒന്ന് രണ്ട് വാക്കുകൾക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെർബായിട്ട് നൗണായിട്ട് ചെറിയ വ്യത്യാസമുള്ള ഒരു കാര്യങ്ങൾ. ഇപ്പം ഡി ടി വരുന്നത് പോലെ എൻവലപ്പിന് ഇ വന്നിട്ടുണ്ടെങ്കിൽ അത് നൗണായി. പക്ഷെ എൻവലപ്പ് ചെയ്യുക എന്നത് വേർബിന് ഇ ഇല്ല. അതാണ് വ്യത്യാസം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെച്ചോണേ. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ലെറ്റ് മീ സീ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Statutory body has the power to make amendments in the constitution. That's great. Oh, cut off അല്ലേ. NPS scheme gave a setback to the government employees appointed after 2013 who are still waiting for statutory pension. That's great. Praveena, hi. Ucharalle. They quashed their trip at the 11th hour, made them desperate. They quashed the trade at the 11th hour. Okay, all right. Made him desperate. All right. Don't touch the wires before insulating. Okay, I couldn't understand the reason of the contention between us. That's great. Constitution is made with very much contention. All right. Implementation of Union Civil Code is a contentious topic. Okay, contention between the members created a setback in the parliament. All right. Wearing masking is mandatory for the exam. Mask എന്ന് പറഞ്ഞില്ല, മാസ്കിംഗ് വേണ്ട. Principle contentious അല്ല അവിടെ. ഓക്കെ 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 ഓക്കെ. Constitution is made with very much contentious എന്നാണോ?
അങ്ങനെയല്ല, അത് കണ്ടൻഷൻ ആണ്, ഓക്കെയാണ്. കണ്ടൻഷ്യസ് പറ്റത്തില്ല. കണ്ടൻഷ്യസ് അബ്ജക്റ്റീവ് അവിടെ കൊടുക്കത്തില്ല. വിത്ത് എന്ന പ്രപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് കൊടുക്കണം. അതായത് നൗൺ കൊടുക്കുക, അല്ലെങ്കിൽ പ്രപ്പോസിഷൻ കൊടുക്കുക, അല്ല പ്രൊനൗൺ കൊടുക്കുക. മാൻഡേറ്റ് glaringly deserves a panegyric for not coping with the contentious topic raised by the apotheosized people, dictate to their dissolution. Okay, all right. Could you use the wire after insulating? That's fine. Producing the original certificate is mandatory in an interview. That's great. He always endorse. Shahana, ഓൾവേസ് കഴിഞ്ഞ എസ് അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് വേർബിന് എസ് ഇട്ട് കൊടുക്കല്. ഹി ഓൾവേസ് എൻഡോഴ്സസ്. എസ് കൊടുക്കണ്ടേ, സിംഗുലർ കൊടുക്കണ്ടേ. ഹിസ് പാർട്ട്ണർ ടു ഡു എനിത്തിങ് നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്. വാട്ട് ഈസ് ഇറ്റ് അല്ല, നോ മാറ്റർ വാട്ട് ഇറ്റ് ഈസ്, വാട്ട് ഇറ്റ് ഈസ്. The police nullified the complaint of women, but later the court endorsed her to endorsed her from injustice. വിമൻ അല്ല, അപ്പോൾ വുമൺ ആണ്, ഒരു സ്ത്രീയാണ്. അനുപേ കംപ്ലൈന്റ് ഓഫ് എ വുമൺ, ആ വുമൺ എന്ന് കൊടുക്കണം, അപ്പോൾ അത് കറക്റ്റ് ആവും. എവ്രി വൺ ഷുഡ് ഇൻസുലേറ്റ് ദി ബാഗ്സ് ബിഫോർ ഗോയിങ് ടു എയർപോർട്ട്. യെസ്. ഹിസ് കണ്ടൻഷൻ ടു ജോയിൻ എംബസി മെയ്ഡ് ഹിസ് parents worry. All right, I have a strong intention on the thought of people that every woman has to do the household chores even though she is a working woman. Yes, മാറ്റം വരുത്തേണ്ട കാര്യമാണത് അല്ലേ. Ensure that the box insulated before courier it. Okay, before ensure that the box is insulated. അവിടെ കൊടുക്കണേ, ensure that the box is insulated before couriering it ആണ്. before courier it അല്ല, before couriering it ട്ടോ റസിയ, അങ്ങനെ കൊടുക്കണം. ensure that the box is insulated. box insulate ചെയ്യപ്പെട്ടു എന്ന്, ഇൻസുലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പാസീവ് വോയിസ് വേണം. is insulated before couriering it കേട്ടോ. yes, I'm fine, I'm good, doing great, thank you. The gift box is insulated with a beautiful car. That's great. മിന്നൽ മുരളി നമസ്കാരം. He tried to insulate his plan with a fake smile. That's great. Additional endorsement is imperative when the members of the cadre start to fall down. That's great. Selection of candidates is the discretion of mandate. That's great. Peter Griffin എൻ്റെ ക്ലാസ്സിലോ, പീറ്റർ നീ സൂപ്പറാടാ, അടിപൊളി. കണ്ടൻഷൻ ബിറ്റ്വീൻ ദം ബ്രേക്ക് ദർ ഫ്രണ്ട്ഷിപ്പ്. ഇവിടെ കുറേ അക്കൗണ്ട്സ് ഉണ്ടല്ലോ പല സെലിബ്രിറ്റീസിൻ്റെ പേരിൽ. ദേവസേന, അങ്ങനെ മഹേഷ് എന്നോട് പിന്നെ തന്നായിരുന്നു, പക്ഷേ പീറ്റർ ഗ്രിഫിൻ ആരാണാവോ, കൊള്ളാം. കണ്ടൻഷൻ ബിറ്റ്വീൻ ദം ബ്രേക്ക് ദർ അല്ല, കണ്ടൻഷൻ അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ റസിയ ബ്രേക്സ് ദെയർ ഫ്രണ്ട്ഷിപ്പ് എന്ന് കൊടുക്കും. ദ വാട്ടർ പ്രൂഫ് പെയിന്റ് ഇൻസുലേറ്റ്സ് ദി വാട്ടർ ലീക്കേജ് ഫ്രം ബാത്റൂം. ദാറ്റ്സ് ഗ്രേറ്റ്. മാൻഡേറ്റ് സ്ട്രോങ്ലി ഓർഡർഡ് ദ പേഴ്സണൽ ടു കീപ് ദ matter under wraps. Great. His contribution towards the decision has disturbed everyone. That's great. Giving mandate instructions at the proper time is a quality of a good leader. That's great. Finally, people started to endorse കേട്ടോ മിന്നൽ മുരളി after he saved their lives. അടിപൊളി. അനുപമ ഓർത്തല്ലേ, എന്താ ചെയ്യുക നമ്മളൊക്കെ ഒരു കാര്യം അല്ലേ, എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്ന പോലെ. സോ ഇത്ര പേര് ലൈവിൽ ഉണ്ടായിട്ട് എന്താ പിള്ളേരെ ലൈക്കൊന്നും ഇല്ലാത്ത, ഒരു ഷെയറിലല്ലോ പകുതി പേര് പോലും ലൈക്ക് ഇട്ടില്ല. മോശം അല്ലേ, മോശം. അടുത്തോട്ട് പോവാം. മൂവിങ് ടു ദ നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് സെറ്റ്, എക്സ്ട്രേനിയസ്. എന്താണ് എക്സ്ട്രേനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം? എക്സ്ട്രേനിയസ് എന്ന് പറഞ്ഞാൽ ഇറലവൻ്റ് ആയിട്ടുള്ളത്, അതായത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതിനെയാണ് നമ്മൾ എക്സ്ട്രേനിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്നൊക്കെ പറയാം. അനാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ദാറ്റ് ഇസ് എക്സ്ട്രേനിയസ്. ഓക്കെ, എക്സ്ട്രേനിയസ് വേറെ അർത്ഥമുണ്ട്, ഔട്ട്സൈഡ്, എക്സ്റ്റേണൽ, പുറമേ ഉള്ളത് എന്നുകൂടെ അർത്ഥമുണ്ട്. ഓർത്ത് വെച്ചോണം. എക്സ്ട്രേനിയസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇറലവൻ്റ് ആയിട്ടുള്ളത്, രണ്ടാമത്തെ കാര്യം ഇറ്റ് ഈസ് എക്സ്റ്റേണൽ ആണ്, പുറമേ ഉള്ളത് എന്നും അർത്ഥമുണ്ട്. സോ ഓർത്ത് വെച്ചുള്ള എക്സ്ട്രേനിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത കൺഡ്യൂസീവ് എന്ന വാക്ക് നിങ്ങൾക്ക് അറിയാലോ, ഗുഡ് ഫോർ സംതിങ്, അതാണ് കൺഡ്യൂസീവ് എന്ന് അർത്ഥം. കൺഡ്യൂസീവ് ടു എന്നാണ്, ഫിക്സഡ് പ്രൊപ്പോസിഷൻ ടു ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഫിക്സഡ് ആയിട്ട് ടു കൊടുക്കും, എന്നാൽ അതിൻ്റെ ബെനഫിഷ്യൽ ഫോർ പറയില്ലേ, ഇറ്റ്സ് ബെനഫിഷ്യൽ ഫോർ വാട്ട് എന്നൊക്കെ പറയും. ഗുഡ് ഫോർ അഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, നല്ലത് എന്നാണ് അർത്ഥം, നല്ലതാട്ടോ, ഇറ്റ്സ് കൺഡ്യൂസീവ് ടു ഹെൽത്ത് എന്നൊക്കെ പറയും. അത് അടുത്ത അഫ്ലുവൻ്റ് ആണ്. അഫ്ലുവൻ്റ് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എഫ്ലുവൻ്റ് മറക്കരുത്. എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് അഫ്ലുവൻ്റ് ഒന്ന് രണ്ടാണ്. എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിക്വിഡ് വേസ്റ്റിനെയാണ് എഫ്ലുവൻ്റ് എന്ന് പറയാം, വേസ്റ്റ് കേട്ടോ, വേസ്റ്റിനെയാണ് നമ്മൾ എഫ്ലുവൻസ് എന്ന് പറയുന്നത്, എഫ്ലുവൻ്റ്. ഓക്കെ, പക്ഷേ അഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു അബ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അർത്ഥം ഇതാണ്, വെൽതി, സമ്പന്നം, അതാണ് അഫ്ലുവൻ്റ് എന്ന് പറയുന്നത്. ഐ എം അഫ്ലുവൻറ്റ്, ഐ എം ഹാപ്പി ആൻഡ് ഐ എം അഫ്ലുവൻറ്റ് എന്ന് പറഞ്ഞാൽ ഐ എം റിച്ച് ആൻഡ് ഐ എം വെൽതി, ഐ എം പ്രോസ്പെറസ്. എന്ത് കാര്യത്തിലും കേട്ടോ, പൈസ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഒരു പ്രോസ്പെറസ്. എൻ്റെ അമ്മ അഫ്ലുവൻ്റ് എക്കോണമി എന്നൊക്കെ പറയില്ലേ, അഫ്ലുവൻ്റ് ഫോറസ്റ്റ്, എന്നാ റിച്ച് ഫോറസ്റ്റ് അല്ലേ, കണ്ടാൽ തന്നെ ഒരു
അല്ലേ? അടിപൊളി, ദാരിദ്ര്യമൊന്നും ഇല്ലാത്തൊരു ഫോറസ്റ്റ് എന്ന് പറയില്ലേ? എന്നെ പേരാലോ, ഓ അടിപൊളി, പ്രോസ്പെറസ് എന്ന് പറയും. സോ ഓപ്പുലൻ്റ് എന്ന് പറയും, റിച്ച് എന്ന് പറയും, വെൽതി എന്ന് പറയും. അതാണ് അഫ്ലുവൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, ഓർത്ത് വെച്ചോണേ. അടുത്ത സാങ്ഷൻ, നൗണായിട്ടും വേർബായിട്ടും രണ്ട് മീനിങ് ഉള്ള അർത്ഥമാണ്. രണ്ട് മീനിങ് ആണുള്ളത്. ഒന്ന് അതോറിറ്റി, ഓതറൈസ് ചെയ്യുക, അതോറിറ്റി, അപ്രൂവൽ എന്നൊക്കെ പറയുന്ന സാങ്ഷൻ ഗവൺമെന്റ് സാങ്ഷൻ ചെയ്തു ഇങ്ങനെ കാര്യം എന്ന് പറഞ്ഞാൽ അത് പറയാം. എന്നാൽ അതേ സമയത്ത് നമ്മൾ വെസ്റ്റേൺ സാങ്ഷൻസിനെ പറ്റി കേട്ടു. റഷ്യക്കെതിരെ വെസ്റ്റേൺ സാങ്ഷൻ നടന്നു എന്ന് പറഞ്ഞിട്ടില്ലേ? പണിഷ്മെന്റ്, പെനൽറ്റി, അതിനെയും പറയും സാങ്ഷൻ അർത്ഥം. അപ്പോൾ വേർബായിട്ട് എന്ന് പറയാം, അതിന്റെ മീനിങ് പറയാം നെഗറ്റീവ് വേർഡും പോസിറ്റീവ് വേർഡും അറ്റ് ദ സെയിം ടൈം നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും നിൽക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് സാങ്ഷൻ. അതോറിറ്റി കൊടുക്കുക, ആ സമയത്ത് പണിഷ്മെന്റ് കൊടുക്കുക, അല്ലേ? അങ്ങനെ പറയാം, പെനൽറ്റി കൊടുക്കുക. അതുപോലെ ഓതറൈസ് ചെയ്യുക അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുക, പണിഷ് ചെയ്യുക, ആ സാധനം ഓർത്ത് വെച്ചോണം. സാങ്ഷൻ പഠിച്ചിട്ടുണ്ട്, പുതിയ വാക്കൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് ഒത്തിരിയായ കാര്യമൊന്നുമല്ല. സോ നമുക്ക് നേരെ നമ്മുടെ ആർട്ടിക്കിളോട്ട് പോകാൻ സമയം തരണ്ട. യെസ്, ക്ലിയർ? അപ്പോൾ ലെറ്റ് മീ സീ. What is the intensity of the chastise for the unwanted nullification of the sober law? Show me some love. Pinnalla Karthik. Government decided many schemes for endorsing needy people during COVID. All right. Contentions were made by the opposition in the parliament before passing some laws. That's great. Rintu insulates my mind with a lot more vocab. I'm glad to hear that, Chabri. The cake of the happy. I'm so happy. The mandate that help people. Help ആണോ അനുപേ? that helped അല്ലെങ്കിൽ helps people showing their arrogance and superiority towards poor. It causes to lose, it causes to lose അല്ല, it causes what? നേരെ ഒബ്ജക്റ്റ് കൊടുക്കുക, ടു കൊടുക്കല, ഇൻഫിനിറ്റ് കൊടുക്കല. it causes loss of trust മതി, to loss അല്ല, ടു കട്ട് ചെയ്യുക. it causes loss of trust of entire government employees കൊടുക്കാം. I consider many things in a extraneous manner അല്ല, in an extraneous manner. എടാ extraneous, a sound vowel sound, an extraneous manner കേട്ടോ. He's a affluent person അല്ല അനുപമ, an affluent person with good vibes. All right, ഈ വൈബ്, ഗുഡ് വൈബ് പറയല്ലേ? എനിക്ക് ആ വൈബ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് വേറെ എന്തൊക്കെയോ ഓർമ്മ വരും. ആ വൈബിൻ്റെ ഓർമ്മ വരും, ആ യൂട്യൂബ് ആപ്ലിക്കാരി ഓർമ്മ വരും. The presence of strong acid in the solution nullified the effect of base in it. അത് ഗുഡ് വൈബ് പറഞ്ഞോളാം കേട്ടോ. The presence of strong acid in the solution nullified the effect of base in it. All right. Sanction ruled out the bid owing to its extraneous theme and depriving of purview in the forthcoming years. All right. The daily editorial class by Rintu is conducive for us. For us, to us. Conducive to a fixed proportion 2. After so many years of discussion, government had sanctioned the Panchayat Raj system. That's great. It was an extraneous speech. Great. They're quarreling for extraneous matter. Okay. I'm affluent in happiness but unaffluent in money. പിന്നല്ല, പൈസ ഇല്ലെങ്കിലും സമാധാനമുണ്ട്, സന്തോഷമുണ്ടെന്നല്ലേ? അത് കൊള്ളാം. I love my country and I'm proud of its affluent and varied culture, heritage. That's great. It is an extraneous topic for the debate. And timely eating habits are not conducive to health. Yeah. Family endorse me in endorse അല്ല, endorses. Family singular ആണ് കേട്ടോ അതിന്. അപ്പോൾ family endorses me in all circumstances കൊടുക്കുക കേട്ടോ. Aloe vera gel is conducive to skin. Yes, it is. അപ്പോൾ ഇതാണ് നമ്മുടെ vocab. These are the words. This is the vocab. Vocabulary എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ noun ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ vocab. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 40 പേര് ലൈവിൽ ഉണ്ടായിട്ട് ലൈക്ക് ഇട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ, പകുതി പേര് പോലും ലൈക്ക് ഇട്ടില്ല എന്ന് പറയുമ്പോൾ അത് മോശമല്ലേ പിള്ളേരെ? എന്താണ് പിള്ളേരെ? ഷോ മി സം ലവ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? ഉഷാറായിട്ടൊക്കെ ചെയ്യണ്ടേ? അപ്പം നേരെ നമുക്ക് എങ്ങോട്ടേക്ക് പോകാം? നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. നമ്മുടെ RRB റെയിൽവേയുടെ 4ാമത്തെ ബാച്ച് തുടങ്ങാൻ പോവാണ് 17ാം തീയതി കേട്ടോ. 17ാം തീയതി നമ്മുടെ ബാച്ച് തുടങ്ങാണ്. അപ്പം ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കറിയാം SSC എക്സാം ആണ്, ഇപ്പോൾ CGL എക്സാം ആണ് 14ാം തീയതി. അപ്പോൾ SSCയിൽ നിന്നൊക്കെ നേരെ നമുക്ക് വേഗം നോക്കാവുന്നതാണ് റെയിൽവേ എക്സാം. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. ഇംഗ്ലീഷ് ഒഴികെ ബാക്കിയെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് റെയിൽവേ എക്സാമിനോട് നല്ല ഉഷാറായിട്ട് പഠിക്കാം. 4ാമത്തെ ബാച്ചാണിത്, ഫൗണ്ടേഷൻ ബാച്ചാണ്, ലോങ് ടേം ബാച്ചാണ്. ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ടോട് തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. 2200 രൂപയ്ക്കുള്ളൂ, 200 രൂപയ്ക്കുള്ളൂ നിങ്ങൾക്ക് എന്തായാലും കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോഡ് അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഡിസ്കൗണ്ട് അവൈൽ കേട്ടോ. Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ SSC MTSന്റെ ഹവിൽദാർ പോസ്റ്റിലോട്ടുള്ള ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 21ാം തീയതി ആണ് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ കേട്ടോ. അതുപോലെ IBPS ക്ലർക്കിന്റെ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ 21ാം തീയതി. അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യണേ, മറക്കരുത്. അവസാന നിമിഷത്തേക്ക് ഓടിച്ച് മാറ്റി വെക്കരുത്. കോഡ് അപ്ലൈ ചെയ്തിട്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പഠിക്കാം കേട്ടോ. നമ്മുടെ ക്ലർക്ക് POയുടെ ക്ലാസ്സുകളുണ്ട്, ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് ഉഷാറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എൻ്റെ കോഡ് ക്ലാസ്സുകൾ അതുപോലെ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ MTSന്റെ
ഹവിൽദാർ പോസ്റ്റിലേക്ക് വേണ്ട ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2240 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആണ്. MTSന്റെ ജോയിൻ ചെയ്യുക, ഡിസ്കൗണ്ട് അവൈൽ ചെയ്യാൻ കോഡ് അപ്ലൈ ചെയ്യുക, Y314 എന്ന കോഡ്. അതുപോലെ RRB കോഴ്സ് ആണെങ്കിൽ 1870 രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഡിസ്കൗണ്ട് അവൈൽ ചെയ്താൽ മതി, കോഡ് അപ്ലൈ ചെയ്താൽ. ഓക്കെ, അപ്പോൾ Y314 ആണ് കോഡ്, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം, സമയം താമസിപ്പിക്കുന്നില്ല. അണ്ടർമൈനിങ് ഓട്ടോണമി. അപ്പോൾ എന്താണ് ഓട്ടോണമി അണ്ടർമൈൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Allowing piecemeal extensions to ED, CBI heads is a setback to their independence. അപ്പോൾ ED-യിലും അതുപോലെ തന്നെ CBI-യിലുള്ള ഹെഡ്സിന് നമ്മൾ എന്താ പീസ്മീൽ എക്സ്റ്റൻഷൻ കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു അവരുടെ ഇൻഡിപെൻഡൻസിന് ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ എന്താണ് അവരുടെ ഓട്ടോണമി അണ്ടർമൈൻ ചെയ്യുന്നതോ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമുക്ക് നോക്കാം. സുപ്രീം കോർട്ട് കഴിഞ്ഞ ദിവസം ഇടപെട്ടു. എന്തിനാ? സുപ്രീം കോർട്ടിന്റെ വേർഡിക്റ്റ് അപ്ഹോൾഡിംഗ് സ്റ്റാറ്റ്യൂട്ടറി അമെൻഡ്മെന്റ്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ മറ്റേ ലീഗൽ അമെൻഡ്മെന്റ്സ് നടക്കുവാണ്. മെയ്ഡ് ഇൻ 2021 2021 നടന്ന സ്റ്റാറ്റ്യൂട്ടറി അമെൻഡ്മെന്റ്സിന്റെ പറ്റുള്ള അതിനെ അപ്ഹോൾഡ് ചെയ്യുന്ന വേർഡിക്റ്റ് സുപ്രീം കോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു. അപ്പോൾ ഇത് 2021 അമെൻമെന്റിനോട് അനുബന്ധിച്ച കാര്യം കേട്ടോ. അതിലെന്താ പറയുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻസ് ഓഫ് സർവീസ് നമുക്ക് കൊടുക്കാം ടു ദ ഹെഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസീസ്. ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിയിലുള്ള ആൾക്കാർക്ക് നമുക്ക് എന്ത് കൊടുക്കാം? മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻസ് കൊടുക്കാം. സർവീസിൽ മൾട്ടിപ്പിൾ എക്സ്റ്റൻഷൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് വേണമെങ്കിൽ സർവീസ് കൊടുക്കാം. സർവീസ് ഇയർ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്നത് ഒരു സ്വെറ്റ് ബാക്ക് ടു ദി കോസ് ഓഫ് പ്രൊട്ടക്ടിങ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഡിപെൻഡൻസിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലൊരു കാര്യമായിപ്പോയി, അവരുടെ ഓട്ടോണമിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമായിപ്പോയി ഈ പറയുന്ന എക്സ്റ്റൻഷൻ കൊടുക്കൽ എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. While the part of the judgment quashing the two 1-year extensions, 2 1-year extensions കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ജഡ്ജ്മെന്റ് അതിന് എന്ത് ചെയ്തു? 1 year 2 തവണ നമ്മൾ 1 year എക്സ്റ്റൻഷൻ കൊടുക്കാം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിനെ ക്വാഷ് ചെയ്ത് കളഞ്ഞു, അതായത് അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഈ ജഡ്ജ്മെന്റ്, നമ്മുടെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് അതിനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഗിവൺ ടു ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ആണ് ED അല്ലെ, SK മിശ്ര മേ ബി വെൽക്കംഡ്. അവിടെ നമുക്ക് എടുത്തു പറയുന്ന ഒരു കാര്യം വെച്ചാൽ, വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ പറയുന്ന 2 1 year ജഡ്ജ്മെന്റ് എക്സ്റ്റൻഷൻ കൊടുക്കുകയാണ് ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റ്. നമ്മുടെ ഡയറക്ടർ ഓഫ് എൻഫോഴ്സ്മെന്റിൽ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന ആൾ SK മിശ്ര. എന്ത് ചെയ്യാം? അതിന് നമുക്കൊരു വെൽക്കം അപ്രോച്ച് ആയിട്ട് വേണം കരുതാം. The rest of it is free pass to government to undermine the authority of these agencies. അത് മാത്രം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം. പക്ഷെ ബാക്കിയുള്ളതൊന്നും നമുക്ക് അങ്ങനെ കരുതാൻ പറ്റില്ല. കാര്യം വെച്ചാൽ അത് നമ്മുടെ മറ്റ് ഗവൺമെന്റിന് ഫ്രീ പാസ് കൊടുത്തേക്കാണ് ഏതൊരു ഏജൻസിനെ അതിന്റെ ഓട്ടോണമിയെ അണ്ടർമൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ പാസ് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്തേക്കുന്നതെന്നാണ് ഒരു പരാതി വന്നേക്കണേ. നമുക്ക് നോക്കാം അതിനെപ്പറ്റി. The court has asked Mr. Mishra to step down on July 31st. അപ്പോൾ കോർട്ട് പറഞ്ഞനുസരിച്ച് മിശ്രയുടെ ഒരു കാലയളവ് എത്ര വരെ ആയിരുന്നു അറിയോ? അയാളുടെ ടെന്യൂർ എന്ന് പറയുന്നത് അയാളെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യേണ്ട സമയമായിരുന്നു ജൂലൈ 31 തീയതി. ജൂലൈ 31 തീയതി ഇപ്പോൾ ഈ വരാൻ പോകുന്ന ജൂലൈ 31 തീയതി പുള്ളി എന്ത് ചെയ്യണം? ഇറങ്ങി കൊടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു റിസൈൻ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു രീതി. In 2021 2021 it had directed the government not to grant any extension to him beyond November that year. അപ്പോൾ ഇത് 2021 പുള്ളി എന്ത് ചെയ്യേണ്ടതാണ്? റിട്ടയർ ചെയ്യേണ്ട ആളാണ്. അപ്പോൾ 2021 പറഞ്ഞിരുന്നു ഗവൺമെന്റിനോട് പറഞ്ഞായിരുന്നു, ഇത് ED പറഞ്ഞായിരുന്നു, ഇനി ഒട്ടും എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഒരു എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട, നവംബർ കൂടുതൽ എക്സ്റ്റൻഷൻ കൊടുക്കണം. ആ ഇയറിൽ നവംബറിന്റെ കാലം കൂടുതൽ എക്സ്റ്റൻഷൻ കൊടുക്കണം. 2021 നവംബറിൽ പുള്ളി പോകണ്ടല്ലേ. It is now ruled that even though Parliament can remove the basis. അപ്പോൾ ഇപ്പോൾ അതിന് സുപ്രീം കോടതി റൂളിംഗ് കൊടുത്തേക്കുന്നത് ഡിസിഷൻ ഇങ്ങനെയാണ്. Even though Parliament can remove the basis for any judgment through legislature. അപ്പോൾ ഗവൺമെന്റിന് ഏതൊരു ജഡ്ജ്മെന്റും ലെജിസ്ലേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം? മാറ്റം വരുത്താൻ പറ്റുമെങ്കിലും ഇത് പാർലമെന്റിന് ഏതൊക്കെ അതിന്റെ ഫൗണ്ടേഷൻ ബേസിസിനെ റിമൂവ് ചെയ്ത് കളയാൻ പറ്റും. അതായത് ഏതൊരു ജഡ്ജ്മെന്റിന്റെയും ബേസിസിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ലെജിസ്ലേഷൻ വഴി മാറ്റാൻ പറ്റുമെങ്കിലും ഇറ്റ് കനോട്ട് നള്ളിഫൈ എ കോർട്ട് ഡയറക്ഷൻ. പക്ഷേ കോർട്ടിനെ നള്ളിഫൈ ചെയ്തല്ല, കോർട്ടിന്റെ ഡയറക്ഷനെ ഒരിക്കലും നള്ളിഫൈ ചെയ്യാനൊരു ഇത് പാർലമെന്റിനില്ല എന്നാണ് കോർട്ട് എടുത്ത് പറഞ്ഞേക്കുന്നത്. മിസ്റ്റർ മിശ്ര വാസ് അപ്പോയിന്റഡ് ഫോർ 2-year term in 2018. 2018 പുള്ളി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത്. ഇതിൽ കഥയിലോട്ട് നമുക്ക് വരാം. മിശ്ര അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് എന്നാണ് 2018. But in 2020, but in 2020, the original appointment was retrospectively amended to make it a 3-year tenure. അപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് പുള്ളിയുടെ നല്ല രീതിയിലുള്ള നടപ്പ്, നല്ല രീതിയിലുള്ള പുള്ളിയുടെ മികവ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ് മെയ്ഡും കുറച്ചുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ കുറച്ചുകൂടെ 2020 ആയപ്പോൾ നമുക്ക് 3-year tenure-ലോട്ടാക്കി. അങ്ങനെ പുള്ളിക്കാരനെ 2021 വരെ ആകാം എന്നുള്ള ഇതിലോട്ട് വന്നു. And he was given 2 annual extensions. 2 annual extensions പുള്ളിക്ക് കിട്ടി. അപ്പോൾ 2021 കിട്ടി, 2022 കിട്ടി.
അപ്പോൾ 21 കിട്ടിയപ്പോൾ 22 വരെ നോക്കായിരുന്നു. 22 ഒന്ന് കിട്ടിയപ്പോൾ 23 വരെ 2023. അപ്പോൾ ഈ പറഞ്ഞ് വരുന്ന 2023 ജൂലൈ 31 പുള്ളി റിട്ടയർ ആവേണ്ടതാണ് അല്ലേ, ഡെസ്പൈറ്റ് ക്രോസിംഗ് ദ ഏജ് ഓഫ് സൂപ്പർ അന്വേഷൻ. അപ്പം സൂപ്പർ അന്വേഷൻ ഈ പറഞ്ഞ പെൻഷൻ സ്കീമിലോട്ട് പൈസ ഇടുന്ന ഫണ്ട് ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഏജൊക്കെ ക്രോസ് ചെയ്ത് കളഞ്ഞു, പുള്ളിയുടെ ഏജൊക്കെ കഴിഞ്ഞു പോയി, മനസ്സിലായോ? അപ്പം അങ്ങനെ ഏജ് വന്നിട്ടും പുള്ളി ഇപ്പോഴും 2023 ഇപ്പോൾ സ്റ്റിൽ സർവീസിലിരിക്കുകയാണ്. The government ignored the court's earlier observation that such extension should be given to those who have attained superannuation only in rare and exceptional cases. അപ്പോൾ ഗവൺമെന്റ് ഇവിടെ ഇഗ്നോർ ചെയ്തോളെയാണ് കോർട്ടിന്റെ പഴയ ഒബ്സർവേഷൻ, പണ്ടത്തെ ഒബ്സർവേഷൻ എങ്ങനെയാണ് ഇങ്ങനെ എത്ര നമുക്ക് എക്സ്റ്റെൻഷൻ കൊടുക്കാം, ഷുഡ് ബി ഗിവൺ കൊടുക്കാം, ആർക്കാണ്, ഹു ഹാവ് അറ്റൻഡ് സൂപ്പർ അന്വേഷൻ. അങ്ങനെ സൂപ്പർ അന്വേഷൻ റിസീവ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഷൻ കൊടുക്കാം. പക്ഷെ എന്തൊക്കെ പ്രൊവൈഡഡ് എന്താ അവിടെ ഉള്ള റെയർ ആൻഡ് എക്സെപ്ഷണൽ കേസിൽ മാത്രമേ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സെപ്ഷണൽ കേസുകളിലൊക്കെ ആണെങ്കിൽ നമുക്കതിൽ കൊടുക്കാം, അല്ലാതെ അങ്ങനെ എക്സ്റ്റെൻഷൻ കൊടുക്കുന്ന പരിപാടി ഇല്ല. അപ്പം അത് ഗവൺമെന്റ് എന്ത് ചെയ്തു, അതിനെ നൈസായിട്ട് അങ്ങ് മുക്കി, അതിനെ മനസ്സിലാക്കാതെ കണ്ടില്ലെന്ന് അടിക്കണം. However, the large import of the latest statement is that it endorses the changes enabling annual extension to CBI and ED until they complete 5 years in their office. ഇവിടെ ആനുവൽ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് ആർക്കൊക്കെയാ, ഇ ഡി ഡയറക്ടേഴ്സിനും CBI ഡയറക്ടേഴ്സിനുമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടേഴ്സിനും അതുപോലെ തന്നെ CBIക്കും എന്ത് ചെയ്യാൻ പറയാം, കംപ്ലീറ്റ് 5 വർഷം ഓഫീസിൽ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അവരുടെ 5 വർഷം ടെന്യൂർ ചെയ്ത് കഴിഞ്ഞ ശേഷം അവർക്ക് ആനുവൽ എക്സ്റ്റൻഷൻ കൊടുക്കാം എന്ന രീതിയിലോട്ടാണ് ഗവൺമെന്റ് വന്നേക്കണേ. ഇപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ ഗവൺമെന്റിന്റെ ഒരു രീതിയിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് സ്വന്തമായിട്ട് അങ്ങ് തീരുമാനം എടുക്കുവാണെങ്കിൽ ഈ പറയുന്ന ഏജൻസിക്ക് ഇവർക്ക് തന്നെ ഇവരുടേതായ ഇൻസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഉണ്ടാവില്ല, ഓട്ടോണമി ഉണ്ടാവില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതാണ് ഇപ്പോഴത്തെ കഥ. And let's move to the after effects of all these things. Next paragraph. The heads of CBI and ED have an assured term of 2 years regardless of superannuation. ഇപ്പോൾ സൂപ്പർ അന്വേഷണ ഏജ് എത്തിയെങ്കിൽ പോലും അവർക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ 2 വർഷം എക്സ്റ്റൻഷൻ കൊടുക്കാം, 2 ഇയർ എക്സ്റ്റൻഷൻ കൊടുക്കാം. അതാണ് അതിൻ്റെ ഒരു രീതി കേട്ടോ. അവർക്കൊരു അഷ്വർഡ് 2 years കൊടുക്കും, അതാണ് അതിൻ്റെ ഒരു രീതികൾ കേട്ടോ. And the introduction of a power to extend it to 5 years. അപ്പോൾ 2 വർഷം കൊടുക്കാവുന്നത് കുഴപ്പമില്ല, പക്ഷെ അത് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് 5 years ആക്കുക മീൻസ് ആൻ ഓഫീസർ മേ ഗെറ്റ് അപ് ടു 3 ആനുവൽ എക്സ്റ്റൻഷൻസ്. അപ്പോൾ ശരിക്കും 2 എക്സ്റ്റൻഷൻ കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് 5 yearsലോട്ട് മാറ്റുമ്പോൾ വീണ്ടും അവർക്ക് കിട്ടുന്ന 3 ആനുവൽ എക്സ്റ്റൻഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മുടെ ആരെതിർക്കുന്നത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെയാണ് ഇതിനെ എതിർക്കുന്നത്. അതിനോട് താല്പര്യമില്ല അവർക്ക്, അത്ര 3 ആനുവൽ എക്സ്റ്റൻഷൻ്റെ ആവശ്യമുണ്ടോ നമുക്ക് ഇല്ല. ആസ് എ പെറ്റീഷണേഴ്സ് ഹു ചാലഞ്ച് ദ എക്സ്റ്റൻഷൻ ഗിവൺ ടു മിസ് മിശ്ര. അപ്പോൾ ഇവിടെ ഇത് ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ, ഒരു പെറ്റീഷണേഴ്സ് എന്ത് ചെയ്തു, പെറ്റീഷൻ തന്ന ആൾക്കാരുണ്ട്, പെറ്റീഷണേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, മിശ്രയ്ക്ക് അവർ ചലഞ്ച് ചെയ്തത് ഇങ്ങനെയാണ്, ദേ ചലഞ്ച് എക്സ്റ്റൻഷൻ, മിശ്രയ്ക്ക് കൊടുത്ത എക്സ്റ്റൻഷനെയാണ് അവർ ചലഞ്ച് ചെയ്തത്. ആസ് വെൽ as the court appointed amicus curiae argued. അത് കോർട്ട് അപ്പോയിന്റ് ചെയ്ത amicus curiae ഇതിനെ പറ്റിയുള്ള ആർഗ്യുമെന്റ് വരുത്തിയപ്പോൾ പുള്ളി പറഞ്ഞതാണ്, പീസ് മീൽ എക്സ്റ്റൻഷൻ അണ്ടർമൈൻ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ദ ഓഫീസ്. ഇങ്ങനെ നമ്മൾ എക്സ്റ്റൻഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞ ആ ഒരു ഓഫീസ് ഉണ്ടല്ലോ, ഏത് ഓഫീസാണോ ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതായത് ED ആയിക്കോട്ടെ അല്ലെങ്കിൽ CBI ആയിക്കോട്ടെ, അവരുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആണെങ്കിലും CBIയുടെ ആണെങ്കിലും എന്ത് പോകും, അവരുടെ ഇൻഡിപെൻഡൻസ് ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ല എന്നാണ് amicus curiae അപ്പോയിന്റ് ചെയ്ത amicus curiae പറയുന്ന ഒരു കാര്യം. ആൻഡ് എൻകറേജ് എ carrot stick policy to make directors toe the government's line. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ വേറൊരു പ്രശ്നം കൂടെ വരും. ഗവൺമെന്റ് ഇങ്ങനെ തോന്നിയ പോലെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പറയുന്നതനുസരിച്ച് ഗവൺമെന്റ് പണിഷ് ചെയ്യും. അപ്പോൾ പിന്നെ ഗവൺമെന്റിനോട് നല്ല പിള്ളയായിട്ട് നിന്ന് ഗവൺമെന്റ് പറയുന്ന എന്തിനോടും കേട്ട് പറഞ്ഞ് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഒരു ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് പോളിസി നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വേണ്ട എന്നാണ് amicus curiae അഡ്വൈസർ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഒരു കാര്യം, അത് നമ്മുടെ ഇൻഡിപെൻഡൻസ് പോകും, നമ്മുടെ ഏത് ഓഫീസാണോ ആ ഓഫീസിന് ഇൻഡിപെൻഡൻസ് പോകും, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വന്നത് ഗവൺമെന്റിനോട് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് അപ്രോച്ചിൽ നിൽക്കും. അപ്പോൾ ഗവൺമെന്റ് നല്ല കാര്യം ചെയ്താൽ നല്ല ഇത് കിട്ടും, തെറ്റ് ചെയ്താൽ തെറ്റായ രീതിയിൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഒരു പണിഷ്മെന്റ് പോളിസി വരും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നല്ല പിള്ള ചമഞ്ഞിരിക്കേണ്ട ഒരു ഗതികേട് വരും, ഗവൺമെന്റിനോട് ഓശാനിച്ച് നിൽക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, കാരണം രണ്ട് ഇൻഡിപെൻഡന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി കിട്ടണം എന്ന് തന്നെയാണ് ഇവിടെ ഓതറിന്റെ പക്ഷം. amicus curiae അത് തന്നെയാണ് പറഞ്ഞേക്കണേ. The court has rejected without much justification their contention that the 2021 changes to Central Vigilance Commission Act, the Delhi Special Police Establishment Act, and the fundamental rules go against the spirit of earlier judgments that mandate fixed tenures to the CBI and heads only to insulate them from extraneous pressures. അപ്പോൾ കോർട്ട് എന്ത് ചെയ്തു, കോർട്ട് ഇത് റിജക്ട് ചെയ്തു അല്ലേ. കോർട്ട് റിജക്ട് ചെയ്തിട്ട് പറഞ്ഞു, വിതൗട്ട് മച്ച് പ്രത്യേകിച്ച് ജസ്റ്റിഫിക്കേഷൻ ഒന്നും കൊടുക്കാതെ കോർട്ട് പറഞ്ഞു, സുപ്രീം കോർട്ട് പറഞ്ഞു പറ്റില്ല, ഈ കൺവെൻഷനിൽ 2021 ചേഞ്ചസിന് നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ, അങ്ങനെയല്ല അതിൻ്റെ ശരി. അപ്പോൾ കോർട്ട് പറഞ്ഞു, സെൻട്രൽ വിജിലൻസ് ആക്ടിൻ്റെ 2020 വിജിലൻസ് കമ്മീഷൻ ആക്ട്
അതുപോലെ തന്നെ ഡൽഹി സ്പെഷ്യൽ പോലീസ് ആക്ട് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൂൾസ്, ഇതിന്റെ ഫണ്ടമെന്റൽ റൂൾസ് ഉണ്ടല്ലോ, ഈ ഒരു ഫണ്ടമെന്റൽ റൂൾസ് ഒക്കെ ഇതിന്റെ മൊത്തത്തിലുള്ള ഫണ്ടമെന്റൽ റൂൾസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഈ ജഡ്ജ്മെന്റിന് എതിരെ സ്പിരിറ്റിനെതിരെ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഇവിടെ കൃത്യമായിട്ടൊരു ഫിക്സ്ഡ് ടെന്യേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ CBIക്കും EDക്കും. അതിന് നമ്മൾ മാറ്റം വരുത്തുമ്പോൾ, കോർട്ട് ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരുമ്പോൾ എന്താ പറ്റുന്നത്, അവർക്ക് എന്താ ശരിക്കും ഇവർ എന്തിനു വേണ്ടിയായിരുന്നു ഒരു ഫിക്സ്ഡ് ടെൻഡർ കൊടുത്തേക്കുന്നത്? ടു ഇൻസുലേറ്റ്, നമ്മൾ ഇൻസുലേറ്റ് ചെയ്യാനാ. എന്തിനാ ഇൻസുലേറ്റ് ചെയ്യുന്നത്? കവർ ചെയ്യാണ് ദെൻ ഫ്രം എക്സ്ട്രേനിയസ് പ്രഷേഴ്സ്, ഔട്ട്സൈഡ് പ്രഷേഴ്സ് ഒന്നും വരാതെ. ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രഷേഴ്സ് ഒന്നും വരാതെ, ഇപ്പോൾ ഗവൺമെന്റ് പറയുന്നത് പോലെ കേൾക്കണ്ടല്ലോ. ഇപ്പം നമുക്ക് ഒരു കേസിനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അതിൽ ഗവൺമെന്റ് ഇടപെടാൻ പാടില്ല, അങ്ങനെയാണ് അല്ലേ? ഇല്ലെങ്കിൽ ഗവൺമെന്റിന് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളത് നിൽക്കേണ്ടി വരില്ലേ? അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എക്സ്റ്റേണൽ പ്രഷേഴ്സ് നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത്. പക്ഷേ ഈ ഒരു ജഡ്ജ്മെന്റ് വരുമ്പോഴേക്കും എന്താ പറ്റുന്നത്? അങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കുവാണെങ്കിൽ അതെതിരെ പോവില്ലേ? അത് ഗവൺമെന്റ് ഏറ്റെടുക്കുവാണെങ്കിൽ കാര്യം കൈവിട്ട് പോവില്ലേ? അതിനാണ് ഇവിടെ പറയുന്നത്. The finding that amendments do not violate any fundamental rights is quite surprising. പക്ഷെ ഇവിടെ ഒരു ഫൈൻഡിങ്, ഇവിടെ കണ്ടെത്തൽ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അമെൻമെന്റ് വരുത്തിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ സർപ്രൈസിംഗ് ആയിട്ടല്ലേ, കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ നമുക്ക് തോന്നും. ആസ് ഫോളോയിങ് ദ ഗവൺമെന്റ് ടു ഹാവ് ഡയറക്ടേഴ്സ് ഹു ക്യാൻ പിക്ക് ആൻഡ് ചൂസ്. ഇവിടെ പിക്ക് ആൻഡ് ചൂസ് പരിപാടി, ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യും. പിക്ക് ആൻഡ് ചൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ചെറി പിക്കിംഗ് ആണ് അല്ലേ, ഇഷ്ടമുള്ളവരെ ചൂസ് ചെയ്യുന്ന പരിപാടി. വാട്ട് കേസ് ടു ഇൻവെസ്റ്റിഗേറ്റ്, ഏതൊക്കെ കേസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം based on political instructions അല്ലെ. ഇപ്പോൾ പൊളിറ്റിക്കൽ ഇതിലായി മാറും. ഇപ്പോൾ ഇതിന്റെ എന്താ പറയുക, ടെക്സ്ചറെ മാറിപ്പോവും, പൊളിറ്റിക്കൽ രീതിയിലോട്ട് തന്നെ മാറിപ്പോവും. അതാണ് ഗവൺമെന്റ് ഇടപെടുത്തിയ പണിവാളും. അത് പൊളിറ്റിക്കൽ ഏതൊക്കെ കേസ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കും. അപ്പോൾ ദാറ്റ്സ് നോട്ട്. അപ്പോൾ റൂളിംഗ് പാർട്ടി തീരുമാനിക്കും, ഏതാ തീരുമാനിക്കും. അപ്പോൾ അത് വേണ്ട. certainly offends the rights of citizens to equal treatment. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് it affect the equal rights of citizens, അല്ല, ഈക്വൽ ട്രീറ്റ്മെന്റ് സിറ്റിസന് കിട്ടാതെ വരും. ആൻഡ് ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷന് കാരണമാകും. അപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലംസ് വരാൻ പോകുന്നത് ഒന്ന്, ഇറ്റ് ഒഫൻസ് റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൻസ് ടു ഈക്വൽ ട്രീറ്റ്മെന്റ്. രണ്ടാമത്തെ കാര്യം, ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷന് കാരണമാകും. അറ്റ് എ ടൈം വെൻ ദർ ഇസ് എ ക്ലൗഡ് ഓഫ് സസ്പിഷൻ ഓഫ് ദ ഇഷ്യൂസ് ഓഫ് ഗവൺമെന്റ് ഏജൻസീസ് അഗൈൻസ്റ്റ് പൊളിറ്റിക്കൽ ഒപ്പോണൻസ്. അത് നമുക്കറിയാം, ഒരുപാട് CBIയുടെ ആണെങ്കിലും EDയുടെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് ക്ലൗഡ് ഓഫ് സസ്പിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പൊളിറ്റിക്കൽ അപ്പോണൻസിനെതിരെ ഗവൺമെന്റ് കേസ് മിസ്യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്കറിയാം. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കോർട്ട്സ് എൻഡോഴ്സ്മെന്റ് ഓഫ് എ ടെന്യൂർ എക്സ്റ്റൻഷൻ സിസ്റ്റം ഡിസൈൻ ടു അണ്ടർമൈൻ ദർ ഇൻഡിപെൻഡൻസ് ഇസ് നോട്ട് കൺഡ്യൂസീവ് ടു ദ റൂൾ ഓഫ് ലോ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു കോർട്ടിന്റെ ജഡ്ജ്മെന്റ് കൊണ്ടുവന്ന് എക്സ്റ്റൻഷൻ സിസ്റ്റത്തിന് നമ്മൾ കൊടുക്കുവാണെങ്കിൽ അത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിലായിരിക്കും എന്ന് പറഞ്ഞിട്ട് വളരെ അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം വേണ്ട എന്ന്, അങ്ങനെ കൊണ്ടുപോകാതെ അവർക്ക് ഓട്ടോണമി കൊടുക്കുന്നത്, അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി കൊടുക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ അവിടെ ഗവൺമെന്റ് പ്രഷർ വരുന്നു, കേസുകളൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല, ഏതൊക്കെ കേസുകൾ ചെയ്യണമെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുന്നു, സിറ്റിസൺസിന് ഈക്വൽ ട്രീറ്റ്മെന്റ് കിട്ടില്ല, അതുപോലെ ഇംപാർഷ്യലായി ഇൻവെസ്റ്റിഗേഷൻ നടക്കുമെന്നുള്ളൊരു പോയിന്റാണ് ഇവിടെ പറയുന്നത്. ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ടു എവരിവൺ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. No extraneous involvement is entertained here. Sometimes the government spends money on extraneous items. Okay, her philanthropic nature conducive a lot. ഇല്ല എന്താ her philanthropic nature is conducive. എന്തിനോ conducive എന്ന് പറയുന്നത്, is conducive എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. Rintu is affluent with love and kindness of her students. എടാ കൊള്ളാലോ, സമ്പന്നയാണ് ഞാൻ, പിന്നല്ല. Extraneous proposals were quashed by the company. Traveling is conducive to mind. Great. I got a sanction from a MD for not wearing helmet. Punishment അല്ലേ, അടിപൊളി. പിടിച്ചു മോനേന്ന്. Sanction of the authorities required before starting any enterprises. Great. Though he was a fluent person, he was not ready to help anyone. Okay. Some schemes of government are conducive to common people. Yes. അപ്പോൾ സെറ്റ് ആണല്ലോ, ഇതുവരെയുള്ള കാര്യം സെറ്റ് അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. മനസ്സിലാക്കി തംസപ്പ് ഇട്ട പിള്ളേർ, ഇതെന്താ ആരാ മിണ്ടാത്തേ? എന്താ കുട്ടി മിണ്ടാത്തേ? ജോസഫേ, കുട്ടിക്ക് മലയാളം അറിയില്ലേ? ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹാസ് എ ചാൻസ് ടു ടെസ്റ്റ് ദർ ബെഞ്ച് സ്ട്രെങ്ത് ഇൻ ദ കരീബിയൻ. ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്നലെ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ടൂറിലാണെന്ന് പറഞ്ഞു, കരീബിയൻ ടൂറിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഹാസ് എ ചാൻസ് ടു ടെസ്റ്റ് ദർ ഇന്ത്യൻ ക്രിക്കറ്റ് ഹാസ് എ ചാൻസ് ടു ടെസ്റ്റ് ദർ ബെഞ്ച് സ്ട്രെങ്ത് ഇൻ ദ കരീബിയൻ. ഇവിടെ എന്താ എറർ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആരും മിണ്ടുന്നില്ലെങ്കിൽ ഞാൻ പറയേണ്ടി വരും കേട്ടോ. ഒരാൾ മാത്രം ആൻസർ എനിക്ക് തന്നിട്ടുള്ളൂ എന്തായാലും ഓപ്ഷനിൽ. സോ ശ്രദ്ധിക്കാം, ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം, അതുകൊണ്ടാണ് അതിന് സിംഗുലർ വേർബ് കൊടുത്തേക്കുന്നത് അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, നമ്മുടെ സബ്ജക്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ആണ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇന്ത്യൻ പോലും അബ്ജക്റ്റീവാണ്, ക്രിക്കറ്റ് ആണ് ഇവിടുത്തെ നൗണ്. അതുകൊണ്ടാണ് അതിന് കൊടുത്തേക്കുന്ന വെർബ് നോക്കിക്കേ,
അതുകൊണ്ട് തന്നെ അതിന് കൊടുത്തേക്കുന്ന വെർബ് നിങ്ങൾ നോക്കിക്കേ, ഹാസ് എന്ന് കൊടുത്ത സിംഗുലർ വെർബാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ സിംഗുലർ കാര്യമെന്ന് ഉറപ്പല്ലേ? ഹാസ് എ ചാൻസ് ടു ടെസ്റ്റ് ദെയർ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയുമോ? ഇല്ല, അതിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് പറയണം. അപ്പോൾ അതാണ് ഈ ക്വസ്റ്റിനെ പൊസസീവ്സ് തെറ്റിപ്പോയ പണി പാടും. അപ്പോൾ ഓർത്തോണേ, ഇറ്റ്സ് ബെഞ്ച് സ്ട്രെങ്ത് എന്ന് കൊടുക്കണം. അതിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് എന്ന് കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ. അതാണ് ഇവിടുത്തെ ആൻസർ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ആൻസർ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഇന്ന് 13-ാം തീയതി. The collapse of the Dutch government of Prime Minister Mark Rutte highlights what the issue of immigration has become a critical dynamic of European politics. ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീൻഷോട്ട് എടുത്തു. വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എററാണ്. ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇനി ഉണ്ടെങ്കിൽ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. നമുക്ക് 2 ടെലിഗ്രാം ചാനലാണ്, KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന ടെലിഗ്രാം ചാനലാണ് നമുക്ക് ഉള്ളത്. 2 ടെലിഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ 3 മണിക്ക് ഞാൻ നമ്മുടെ SSC CGL വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി റീഡിംഗ് കോംപ്രിഹെൻഷൻ്റെ സെഷനുമായിട്ട്, പ്രാക്ടീസ് സെഷനുമായിട്ട് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കാണാം 3 മണിക്ക്. ഓക്കെ, അപ്പോൾ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, കണ്ടുകൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ 7 മണിക്ക് ഞാൻ ഷഫീഖ് സാറും CPOയുടെ എന്താണ് എക്സാം സ്പെഷ്യൽ സെഷനുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ 7 മണിക്ക് കാണാം. അതിന് മുമ്പ് 3 മണിക്ക് CGLൻ്റെ RC റീഡിംഗ് കോംപ്രിഹെൻഷനുമായിട്ട് കാണാം. പാസേജസ് നമുക്ക് കുറെ കണ്ടുകൊണ്ട് ഇരിക്കാം. അപ്പോൾ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഉഷാറായിട്ട് കാണണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്ട്, ഷെയർ ഇട്ട്, കമൻറ്റിൽ ഡൗട്ട്സും സജഷൻസ് ഒക്കെ ഇട്ട് ആൻസർ ഇട്ടങ്ങ് പോട്ടെ. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമുക്ക് ചാനൽ കാര്യം മറക്കണ്ട, Adda247 മലയാളം ചാനൽ ആൻഡ് ബാങ്കേഴ്സ് Adda247 മലയാളം. അപ്പോൾ താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്. അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ വണ്ടർഫുൾ ഡേ, ബട്ട് സ്റ്റേ സേഫ്. ഓക്കെ, ടാറ്റ.